അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൽത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗശക്തിയാൽ അങ്ങനെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ, ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുന്ന അളിച്ചത് കർത്താവെ, ആ മക്കളുടെ മേലെല്ലാം സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത ചൈതന്യം ഉണ്ടാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ,
ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും ഓരോരോ കാര്യത്തിനായി ഇന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഈശോയെ. അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഒപ്പിടുന്ന കടലാസ് സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, നീ തന്നെയായിരിക്കണേ കർത്താവ് മൂന്നാമതൊരാളായിട്ട് അവിടെ നിൽക്കേണ്ടത്. കർത്താവ്, വാഹനം ഹയർ ചെയ്ത് ഉപയോഗിക്കുന്നവർ, ട്രെയിനിൽ പോകുന്നവർ, മറ്റു വാഹനങ്ങളിൽ പോകുന്നവർ, അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ യാത്രയ്ക്ക് കൂട്ടുപോകുന്നവരെ, അവിടെ യാത്രയെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയം ഉണ്ടാകാനും പരിശുദ്ധ ദൈവമാത നിങ്ങൾ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit, with fire fingers, soak with the precious blood. Lord, in peace, Spirit of power and grace. ബൈബിളിലെ നിർഭയത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത്. എന്താ കാര്യം? ഈ നിർഭയത്വത്തിൻ്റെ കൂടെ വേറൊരു സാധനം വരുന്നുണ്ട്. ഫിയർ നോട്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് അറ്റ് ഹാൻഡ്. അതായത് തമ്മിൽ യോജിച്ചാൽ പോണത്. വിൽ ഓഫ് ഗോഡ് വരുമ്പോൾ ഇപ്പം ഈശോ ആത്മാവ് അവനെ, വിൽ ഓഫ് ഗോഡാണത്. വായിച്ച ഭാഗമായിട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഒന്ന് പറഞ്ഞ മക്കളെ, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അപ്പൊ ഒരു ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമിയാണെങ്കിലും നയിക്കണ ദൈവമാണെന്നൊരു ബോധം ഉണ്ടാകണം. ഇപ്പം കടവാണ്, രോഗമാണ്, ഭർത്താവ് എന്നോട് സംശയമാണ്, എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് വരയില്ല എന്നൊക്കെ പറയാം നമുക്ക്. അപ്പോഴും ഓർക്കണം, ദൈവവേദനെ നീ പതറരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. എന്താണ്? നയിക്കണത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാകണം. ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു? ആത്മാവ് പണ്ടിവനെ നയിച്ചു. എങ്ങോട്ടാണ് നയിച്ചത്? ജോർദാൻ നദിയിലേക്ക്, നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ കാലാവസ്ഥ മാറി. എന്താണ്? ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതേ ആത്മാവ് തന്നെ. ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം. കാര്യം നമുക്കിത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് ഇതെല്ലാം കണക്റ്റഡാണ്. ഇതെല്ലാം വെച്ചാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താ സംഭവിക്കണത്? മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ട് അവിടെ. എന്താ കാരണത്? മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? പരീക്ഷണങ്ങളാണ് വരണത്. പിന്നെ മരുഭൂമി എന്ന് പറഞ്ഞാൽ പിന്നീട് വചനം ഞാൻ ഓർത്തില്ല, ഈ ബൈബിൾ ഇത്രയും ഡെപ്താണെന്നറിയത്തില്ല. അത് ഓരോ ദിവസം ചെല്ലും തോറും ഈ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, അതായത് വിലാപങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ, 3:22 ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹമെന്ന് പറയുന്നത്. ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും. ഒരേ വചനം തന്നെ ആയിരിക്കും, പക്ഷേ ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും. ഓരോരോ ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും. സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും. സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. അങ്ങനെ വചനം കമ്മ്യൂണിക്കബിൾ ആകണത്. സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും, ആശയം വേറെ ആയിരിക്കും. പലപ്പോഴും അതാണ് ഈ ഓരോ പ്രഭാതത്തിലും
വിലാപങ്ങൾ 3:22-23. വിലാപങ്ങൾ 3:22-23. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിനി. ഞാൻ എടത്വായിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 13/5/2022 ആ സമയത്ത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ ഒരിക്കൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞതുമാണ്. എനിക്ക് വിശ്വാസമില്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ എന്നെ നിർബന്ധിച്ച് ഒരിക്കൽ നീ അവിടെ പോയി ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു. ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ ഗുജറാത്തിന് തിരിച്ചു പോവുകയും ചെയ്തു. ഗുജറാത്തിന് തിരിച്ചു ചെന്ന് കഴിഞ്ഞ് ഞാനങ്ങനെ ഉടമ്പടിയുടേതായിട്ടുള്ള രീതികളിലൊന്നും നടക്കുന്നൊന്നുമില്ലായിരുന്നു. അതെല്ലാം ഉഴപ്പിയൊക്കെ നടന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു രോഗം ബാധിക്കുകയും എനിക്ക് പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുകയും അതിൽ നിന്ന് എൻ്റെ ബ്രസ്റ്റിൽ നിന്ന് പാല് വരികയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാനായിട്ട് പോയി. ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു എനിക്ക് നോക്കേണ്ട കേസല്ല ഇത് ന്യൂറോയെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ന്യൂറോ ഡോക്ടറെ കാണിക്കാനായിട്ട് പോയി. ന്യൂറോ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്, ഇതൊരു ക്യാൻസറിൻ്റെ ആരംഭമാകുന്നെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടു കൂടിയിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒന്ന് MRI എടുത്ത് നോക്കണം, അതിന് നാളെ MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു ഒരു ലോങ് ടൈം മെഡിസിൻ എടുക്കുക, അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനുള്ള തീരുമാനമാകുമെന്നും പറഞ്ഞു. അങ്ങനെ മെഡിസിൻ വാങ്ങിച്ചു. എങ്കിലും എനിക്കതെൻ്റെ മനസ്സിൽ തോന്നിയില്ല, അത് കഴിക്കണമെന്ന് തോന്നിയില്ല. ഞാനത് മാറ്റി വെച്ചിട്ട് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും തേനും കഴിച്ച് ഞാൻ പിറ്റേ ദിവസം MRIക്ക് പോകുവാനായിട്ട് ഒരുങ്ങി. അങ്ങനെ MRI ചെയ്യാനായിട്ട് ചെന്നപ്പോഴും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപമുണ്ട്. തേനും ഉപ്പുമൊക്കെ കഴിച്ച് പിന്നെയും ഞാൻ അങ്ങനെ തന്നെ കഴിച്ച് അവിടെ തന്നെ ഇരുന്നു. എൻ്റെ സമയമായി. MRIക്ക് കയറ്റിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കാശ് രൂപം പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കയറിപ്പോയത്. കാശ് രൂപം പിടിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പം ഡോക്ടറിനൊരു സംശയം, ഇത് ശരിയായിട്ട് എടുത്തിട്ടില്ല, ഒന്നുകൂടെ എടുത്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഡോക്ടറെ, ഇനി എടുത്ത് നോക്കേണ്ട കാര്യമൊന്നും വരത്തില്ല, എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചതാ, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അല്ല ഡോക്ടർ പറഞ്ഞു ഇല്ല സിസ്റ്ററെ, എനിക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയെങ്കിലേ വിശ്വാസം വരത്തുള്ളൂ, ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് രണ്ടാമതും എന്നെ MRI എടുക്കാനായിട്ട് കയറ്റി. അങ്ങനെ MRI എടുത്ത് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഇതിനകത്ത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തോ മിറാക്കിൾസ് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരേണ്ട കാര്യമല്ലല്ലോ, അല്ലെ ഈ പ്രൊലാക്റ്റിൻ്റെ അളവ് ഇങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന്. അങ്ങനെ ഡോക്ടറിനും വിശ്വാസമായി ഇതെനിക്കൊന്നും കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഡോക്ടർ തന്ന ലോങ് ടൈം മെഡിസിൻ കഴിക്കണമെന്ന് പറഞ്ഞ് തന്ന മെഡിസിൻ ഞാനത് തിരിച്ച് ആ മെഡിക്കൽ സ്റ്റോറിൽ തന്നെ കൊടുക്കുകയും ചെയ്തു. എൻ്റെ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്കുണ്ടായ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗുജറാത്തിൽ സെറ്റിൽഡായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ തകർച്ചകൾ വന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ തൊഴിലെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് തന്നെ കുഞ്ഞുങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന് വിടാം, എൻ്റെ ചേട്ടത്തിയാണിത്, എൻ്റെ ചേട്ടത്തിയുടെ അടുത്ത് കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ വിടാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മക്കളെയും കൊണ്ട് ഇങ്ങ് പോന്നപ്പോഴത്തേക്ക് മോൻ 10ാം ക്ലാസ് കഴിഞ്ഞു, +1 ഇവിടെ കൊണ്ട് ചേർക്കാനായിട്ട് കൊണ്ടുവന്നു. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുവാനായിട്ട് തിരിച്ച് ഗുജറാത്തിന് പോകുവാനും പറ്റുകയില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ മാനേജർ സാർ എന്നോട് പറഞ്ഞു വേഗം ചെന്ന് തിരുവനന്തപുരത്ത് പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടു. ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കാൻ ഇവിടെ വന്നു. ഇവിടെ പുതുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്കൊരു കഴിവുമില്ല, എങ്ങനെ തിരുവനന്തപുരം ഞാൻ കണ്ടിട്ട് പോലുമില്ല, എങ്ങനെ പോയി ഇത് വാങ്ങിക്കണമെന്നും എനിക്കറിയില്ല, അമ്മ മാതാവ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയുടെ കൂടെ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനും എൻ്റെ ഈ ചേട്ടത്തിയുമായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ തിരുവനന്തപുരത്ത് രാവിലത്തെ ബസ്സിനാണ് കയറിപ്പോയത്. എടത്തുവാന്ന് ബസ് കയറി ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സാറ് പറഞ്ഞു അത് നിങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് കിട്ടുകയില്ല, നിങ്ങൾ പൊയ്ക്കോ, അതല്ല നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തന്നോളാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിൽ വിശ്വാസമില്ലായിരുന്നു. അയച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ 1 വർഷം നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഉടമ്പടി ഉപ്പ്
ചവിട്ടാത്തടത്ത് ഇട്ടിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം ആ ഡോറെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിരുന്ന് കൊന്ത ചൊല്ലി ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ ഈ ചേട്ടത്തെയും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെല്ലാവരും അവിടെ നിന്ന് അങ്ങ് മാറി. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു മേഡം അവിടുന്ന് നടന്നു വരുന്നു. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്, എങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരും ഞങ്ങളോടൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഒരു മേഡം എവിടുന്നോ വന്നു. അമ്മ മാതാവ് സത്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മ മാതാവ് വന്ന് എന്നോട് ചോദിച്ചു, എന്തിനാ കരയുന്നത്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്താ കാര്യം എന്നൊക്കെ എന്നോട് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മേഡം എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം, ഇല്ലെങ്കിൽ അവനെ ഇപ്പം കോളേജിൽ വിടാൻ പറ്റുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ അവർ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം കിട്ടത്തില്ല, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾക്ക് അയച്ചു തന്നേക്കാമെന്നാ പറയുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കതെങ്ങനെങ്കിലും ഒന്ന് സാധിച്ച് കിട്ടിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിക്കുക, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞു. അത് അവിടുത്തെ സൂപ്രണ്ട് മേഡവുമായിരുന്നു താനും. മേഡം പറഞ്ഞു, ഞാൻ അന്വേഷിച്ചിട്ട് വരട്ടെന്ന് പറഞ്ഞ് മേഡം അകത്തോട്ട് കയറി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞില്ല, മേഡം പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നോ കേട്ടോ, ഇവിടെ ഇരുന്നോ, പ്രാർത്ഥിച്ചോ. പക്ഷേ പ്രാർത്ഥിക്കുന്ന തിരുവനന്തപുരമല്ലേ, ഇവിടെ ഒന്നും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനൊന്നും അനുവദിക്കത്തില്ല, അതുകൊണ്ട് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും, അങ്ങോട്ട് മാറിയിരുന്നോളാൻ പറഞ്ഞു. ഞാൻ പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല. എൻ്റെ മാതാവിൻ്റെ കൊന്ത കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. മേഡം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ അതെല്ലാം സാധിച്ചു തരാമെന്ന് പറഞ്ഞതിൻ്റെ വാക്കത്തിൽ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് ഉച്ച സമയം ഞങ്ങളിവിടുന്ന് വെളുപ്പിനെ 4 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ്. ഞങ്ങളൊന്നും കഴിച്ചിട്ടുമില്ല. തിരുവനന്തപുരത്ത് ഞങ്ങൾക്കൊന്നും അവിടുത്തെ ഫുഡൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടുമില്ല. രാവിലെ ഞങ്ങൾ കഴിക്കാൻ കയറിയിട്ട് ഇഷ്ടപ്പെട്ടുമില്ല. ഉച്ചക്കലത്തെ ഫുഡ് പോയി കഴിച്ചോളാൻ പറഞ്ഞോണ്ട് മേഡം ഞങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ആ മേഡം ഞങ്ങളോട് പറഞ്ഞു, വാ ഞാൻ എൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയും കൊണ്ട് പോയി. ഒരു ഓണസദ്യയ്ക്ക് എങ്ങനെ ആഹാരം കഴിക്കുന്നോ അത്രമാത്രം എല്ലാവിധ വിഭവസമൃദ്ധമായ ആഹാരം ഞങ്ങളെ കഴിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് പോരുന്നതിന് മുൻപ് ചായയും വടയും ഒക്കെ തീറ്റിച്ച് ഞങ്ങൾക്ക് പോരാൻ സമയത്ത് ഞങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും തന്ന് ഞങ്ങളെ വിടുകയും ചെയ്തു. അതിന് ഞാൻ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് ഞങ്ങൾ കോവിഡിൻ്റെ സമയത്ത് തിരിച്ച് നാട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞുവല്ലോ. ഞങ്ങൾക്ക് അവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് വിറ്റിട്ടാണ് ഞങ്ങളുടെ കടങ്ങൾ കുറേ വീട്ടി. പിന്നെ ഞങ്ങളൊരു വീടിന് അഡ്വാൻസ് കൊടുത്തിരുന്നു. ആ വീടിന് അഡ്വാൻസ് കൊടുത്ത 2018 ആ 18 കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡായത് കാരണം ഞങ്ങൾക്ക് പിന്നെ ആ വീട് വാങ്ങിക്കാനൊന്നും പറ്റാത്ത സാഹചര്യം, ഒരു മാർഗവുമില്ല, പൈസ കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ കൊടുത്ത അഡ്വാൻസ് കൊടുത്ത് ഞങ്ങളുടെ അച്ചായനോട് പറഞ്ഞു, ചായൻ ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് ആ പൈസ തിരിച്ചു തന്നേരെ, ഞങ്ങൾ വീട് വാങ്ങിക്കുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദൈവകൃപയാൽ അങ്ങനെ ആരും തിരിച്ചു തരുന്നതല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. എങ്കിൽ പോലും ഞങ്ങളുടെ അച്ചായൻ ഞങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് ഏൽക്കുകയും ആ പൈസ തിരിച്ചു തന്നില്ല. തരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് ശകലം സ്ഥലമുണ്ട്, അത് നികത്തുഭൂമി ഞങ്ങൾ നികത്തിയിട്ടുണ്ടെങ്കിലും അത് ഇതിനകത്ത് ഡേറ്റാ ബാങ്കിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളൊരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, വിച്ചാ നമുക്ക് ഇവിടെ ഒന്ന് വീട് വയ്ക്കാൻ നോക്കിയാലോ, പിന്നെ നീ അങ്ങോട്ട് ചെന്നാൽ ഉടനെ നിനക്ക് തരാൻ പോവുമല്ലേ, അതിനൊക്കെ എത്ര നൂലാമാലകളാണെന്ന് അറിയാമോ എന്ന് എന്നോട് ചോദിച്ച് എന്നെ വഴക്ക് പറയുമായിരുന്നു. ഞാൻ അന്നെപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും, അമ്മ മാതാവേ എനിക്കൊരു ഭവനം തരണം, ഭവനമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഞങ്ങൾ കുടുംബ വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുന്ന സമയമായിരുന്നു. അതൊരു ചെറിയ വീട്, എല്ലാവർക്കും കൂടെ താമസിക്കും, എങ്കിലും സൗകര്യങ്ങൾ വളരെ കുറവുണ്ട്. ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വന്നതുകൊണ്ട് അവിടുത്തെ സാധനങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കും ഞാൻ എപ്പോഴും മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ 3-ാം ദിവ്യരഹസ്യത്തിൽ അമ്മ മാതാവ് ഉണ്ണിയെ പ്രസവിച്ചത് കാലിത്തൊഴുത്തിലല്ലേ, രാജാതിരാജനായി വാഴാമെങ്കിലും അപ്പനെ പ്രസവിച്ചത് കാലിത്തൊഴുത്തിലായതുപോലെ എനിക്കൊരു കാലിത്തൊഴുത്ത് പോലെ ഒരു ഭവനം തന്നാൽ മതി, വലിയ ഭവനമൊന്നും എനിക്ക് വേണ്ട, അതിനൊന്നും വലിയ അർഹതയൊന്നും എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് എപ്പോഴോ ഏതോ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നോട് വന്നിട്ട് പറയുന്നു,
എടീ നമുക്ക് നമ്മുടെ ആ അക്കരയിലെ പറമ്പിൽ വീട് വയ്ക്കാൻ ഓർഡർ വാങ്ങിക്കാനൊന്ന് പോകാം, പഞ്ചായത്തിലൊന്ന് പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പഞ്ചായത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ സമയത്തും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു. പിറ്റേ ദിവസം ഉപ്പും തൈലവും തേനുമൊക്കെ ആയിട്ട് ഞാനും തേൻ കഴിക്കുകയും ചെയ്യും, ഹസ്ബൻഡിന് കൊടുക്കും. തൈലമെടുത്ത് കുരിശ് വരച്ച് ഞങ്ങൾ രണ്ടുപേരും പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ലൊരു സാറായിരുന്നു. സാർ എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരികയും എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി ഞങ്ങൾക്ക് അവിടെ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം സാറ് പറഞ്ഞു, നിങ്ങൾ ആലപ്പുഴയിൽ പോയി കളക്ടറെ ഒന്ന് കാണണം, കളക്ടറിൻ്റെ ഓർഡർ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അതിന് എല്ലാവർക്കും അറിയാം, ഒരു നികത്തുഭൂമി ആക്കണമെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പെട്ടെന്നൊന്നും സാധിക്കുകയല്ല. അതും 2023 പേപ്പർ വരെയും തയ്യാറാകാതെ കിടക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പോയി അന്വേഷിക്കാൻ പോവുകയും, അപ്പം ഞാൻ കളക്ടറെ കാണാനായിട്ട് പോയപ്പോഴും ഇതേപോലെ തന്നെ ഉപ്പും തൈലവും തേനും ഒക്കെ ആയിട്ട് കൂടെ പോവുകയും ഞങ്ങൾ കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു, വേണ്ട, നീയും കൂടെ വന്നെങ്കിലേ പറ്റുള്ളൂ, പെണ്ണുങ്ങളാണെങ്കിൽ മാത്രമേ അവിടെ കാര്യം സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൊണ്ട് പോവുകയും ഞാൻ അവിടെ പോയി ചവിട്ടാത്തിടത്ത് ഉപ്പ് വിതറുകയും തൈലം കൊണ്ട് ആ ഡോറെ കുരിശ് വരയ്ക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു മേഡം വന്നിട്ട് പറഞ്ഞു, എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് കളക്ടറെ ഒന്ന് കാണാനായിട്ടാണ് പറഞ്ഞു. അന്ന് ആ കളക്ടർ അവിടുത്തെ മാറിപ്പോകുന്ന ദിവസവുമായിരുന്നു. അങ്ങനെ മാറിപ്പോകുന്നപ്പോഴത്തേക്ക് ഇവരെന്നെ പോകാനായിട്ട് പറഞ്ഞു വിട്ടപ്പോഴും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, അവർ സമ്മതിക്കുകയല്ല, കാണാൻ സമ്മതിക്കുകയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, പിന്നെ പോയ കാര്യം ഒന്നും സാധിക്കുകയല്ല, ഇവിടെ ഇരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തി. അങ്ങനെ ഇരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെയും കൊന്ത ചെല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവിടെ ഇരുന്ന് ചൊല്ലുകയൊക്കെ ചെയ്തതിന് ശേഷം കളക്ടറിൻ്റെ അസിസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്നു. ആ അസിസ്റ്റൻറ്റിൻ്റെ ഡോറ് ഞാൻ തുറന്ന് പതുക്കെ ഞാൻ അകത്ത് കയറുകയും ചെയ്തു. ഈ മേഡം കാണാതെ ഞാൻ അകത്ത് കയറിപ്പോയി. അകത്ത് കയറി ചെന്നപ്പോഴത്തേക്ക് എന്നോട് അസിസ്റ്റൻ്റ് കളക്ടർ ചോദിച്ചു, എന്താ എന്നെക്കൊണ്ടുള്ള ആവശ്യം നിങ്ങൾക്ക് എന്താ? അത് ചിരിച്ച മുഖത്തോടു കൂടി എന്നോട് സംസാരിക്കുകയും, എന്താ നിങ്ങളുടെ ആവശ്യമെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ, ഇങ്ങനെ എനിക്കൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു വീട് വയ്ക്കണം, ഒത്തിരി വർഷമായിട്ട് വാടകയ്ക്ക് ഞങ്ങൾ താമസിക്കുക. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ് താമസിക്കുന്ന, എല്ലാവർക്കും കൂടെ താമസിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ട് എനിക്കൊരു വീട് വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, സാർ എനിക്കൊരു സൈൻ മാത്രം ചെയ്തു തന്നാൽ മതിയെന്ന് പറഞ്ഞു. എൻ്റെ സൈനും കൊണ്ട് നിങ്ങൾക്ക് വീട് വയ്ക്കാനാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 100% എനിക്ക് സാറിൻ്റെ ഒരു സൈൻ മാത്രം മതിയെന്ന് പറഞ്ഞു. സാർ ഒന്നും ചോദിക്കാതെ ആരോടും ഒന്നും പറയാതെ എനിക്ക് സൈൻ ചെയ്തു തന്നു. ഞാൻ ആ സൈനും കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ ഇവിടെ ഓടി വന്നു. ഇവിടെ വന്ന് എൻ്റെ വീടിൻ്റെ ആധാരവും ഞാൻ പുറത്ത് പോകാൻ നോക്കിയ എൻ്റെ പാസ്പോർട്ട് ഒക്കെയായിട്ട് ഞാനിവിടെ ഓടി വന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു, സജീവമായി നല്ല രീതിയിൽ തന്നെ ഉടമ്പടി കൊണ്ടു നടക്കുന്ന സമയമാണ്. എങ്കിലും എനിക്ക് ദേഷ്യമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ശാല മദ്യപാനിയാണ്. പുള്ളിയുമായിട്ടുള്ള വഴക്കും ബഹളവും ഒക്കെ കാരണം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമെങ്കിലും എപ്പോഴും ഞാൻ 3 മണിക്ക് വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനിരിക്കുമ്പം പറയും, അമ്മേ, എൻ്റെ കയ്യിൽ കുറവുകളുണ്ട്, എങ്കിലും ഇന്നത്തെ പ്രഭാതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വരുന്നുണ്ടെങ്കിൽ അതെനിക്ക് പരിഹരിച്ച് തരണേന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ ഞാൻ അനുതപിക്കും, പിന്നെയും ഞാൻ ദേഷ്യപ്പെടുകയും ചെയ്യും, ദേഷ്യത്തോടു കൂടി പറയുകയും ചെയ്യും, എന്നിട്ട് ഞാൻ മാറിയിരുന്നുകൊണ്ട് അനുതപിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവക്കാരിയായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കെ ഞാനിവിടെ വന്നു, അച്ഛനെ കാണാനായിട്ടൊന്ന് പെർമിഷൻ എടുത്തു. അച്ഛനെ കണ്ടു. അച്ഛനെ കാണാൻ കയറി. എൻ്റെ ഈ ആധാരത്തിൻ്റെ ഏതെങ്കിലും ആധാരം അല്ലെങ്കിൽ പ്രോപ്പർട്ടി വിറ്റിട്ടാണെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ആ വീട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടത്. അച്ഛനെ കണ്ട് ഞാൻ ഈ 3 സ്ഥലത്തിൻ്റെയും പ്രോപ്പർട്ടി എടുത്ത് കാണിച്ചു. എൻ്റെ പാസ്പോർട്ടും വെച്ചു. പാസ്പോർട്ടിനകത്ത് അച്ഛൻ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യം എന്നോട് പറഞ്ഞുമില്ല. വിദേശത്ത് പോകുവാനെല്ലാം സാമ്പത്തികമായി തകർന്നപ്പം വിദേശത്ത് പോകാം എന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ നോക്കിയത്. അങ്ങനെ ഇരിക്കെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഈ പേപ്പർ കൊടുത്തപ്പോൾ അച്ഛൻ ഈ പ്രോപ്പർട്ടി എടുത്തിട്ട് ആദ്യം ഞങ്ങൾ ഈ വീട് വയ്ക്കുവാനായിട്ട് ഓർഡർ വാങ്ങിച്ച ആ സ്ഥലത്തിൻ്റെ പേപ്പർ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഈ മണ്ണിൽ കൊണ്ടുവന്ന് ഈ കാശുരൂപം കുഴിച്ചിടണമെന്ന് പറഞ്ഞു. ഞാനത് വിശ്വാസത്തോടു കൂടി ഒത്തിരി സന്തോഷത്തോടെ അച്ഛൻ എൻ്റെ കയ്യിൽ കാശുരൂപം തന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി. അത്രയും സന്തോഷത്തോടു കൂടി ഞാനത് മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെയാ വെച്ചാൽ അച്ഛൻ എന്നോട് പറഞ്ഞ് ഇവിടെ കൊണ്ട് ഈ മണ്ണിൽ കുഴിച്ചിടാനാണ് പറഞ്ഞത്,
കുഴിച്ചിടാം, ഏതായാലും അവിടെ ആയിരിക്കും നമുക്ക് വീട് വയ്ക്കാൻ അനുവാദം കിട്ടുന്നതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അത് കുഴിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് ഞങ്ങളുടെ കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും വരുന്നില്ല. എവിടെ നിന്നും ഓർഡർ മേടിക്കണമെങ്കിൽ 6ാമത്തെ ഡേറ്റാ ബാങ്കിൻ്റെ 6ാമത്തെ പേപ്പർ വരെയും ഞങ്ങൾക്ക് ശരിയാക്കി കിട്ടുകയും എല്ലാ കാര്യങ്ങളും അനുഗ്രഹമായി നടക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിച്ചു. ഞങ്ങൾ ആരംഭിച്ചത് 6/5/2024 ഞങ്ങൾ ആരംഭിച്ച വർക്കാണ്. അത് ഞങ്ങൾ പണി പൂർത്തീകരിച്ചു. ഈ കഴിഞ്ഞ മാസം 28-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ കൂദാശ കഴിഞ്ഞു. അതിൽ ഞങ്ങൾ പ്രവേശിക്കുകയും ചെയ്തു. എങ്കിലും എൻ്റെ അമ്മ മാതാവിനോട് ഞാനൊരു കാലിത്തൊഴുത്ത് പോലൊരു ഭവനമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എൻ്റെ അമ്മ മാതാവ് 1700 സ്ക്വയർ ഫീറ്റിൽ എനിക്കൊരു വീട് 2 നില വയ്ക്കുവാൻ അവിടുന്ന് അനുവദിച്ചു. എൻ്റെ കർത്താവേ, ഞാൻ ആഗ്രഹിക്കാത്തതിൽ ഉപരിയായിട്ട് എന്നെ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അങ്ങനെയും എൻ്റെ കാര്യം എനിക്ക് സാധിച്ചു തന്നു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്, ഞാനൊരു നേഴ്സായിട്ട് എടത്തുവ ജൂബിലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതെൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഇടക്കാലം കൊണ്ട് അത് നിർത്തും. ഞാൻ ജോലിക്ക് പോകും, പുള്ളിക്ക് ഇഷ്ടമില്ല, പുള്ളി അത് നിർത്തിക്കും. അങ്ങനെ നിർത്തി വന്നു. അപ്പം എനിക്ക് ജോലി ശമ്പളം കിട്ടും, എങ്കിലും അതിലുപരി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാമല്ലോ എന്നുള്ള വിചാരത്തിലാണ് ഞാൻ ഈ ജോലിക്കും പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ അവിടെ ജോലി ചെയ്തപ്പോഴത്തേക്കും ഏത് രോഗികളെ കാണുമ്പോഴും ഞാൻ അവരെ നല്ല രീതിയിൽ, മറ്റുള്ള നേഴ്സുമാർ ജോലി കൂടുതലാണ്, അവരെ നോക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന് പറയുമ്പോൾ പോലും ഞാൻ പറയും അങ്ങനല്ല, അവർക്ക് ആരുമില്ല, നമ്മളാ ചെയ്തു കൊടുക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുകയും അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ, മക്കൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ അപ്പനെ ഞാനൊരു പേഷ്യൻറ്റിനെ സഹായിക്കുകയും ആ അപ്പച്ചനെ കുളിപ്പിക്കുന്നതൊന്നും ഞങ്ങളുടെ ജോലിയല്ല, അവരുടെ അറ്റൻഡറാണ് കുളിപ്പിക്കേണ്ടതെങ്കിൽ പോലും ഞാൻ പറയാം ആൻറ്റിക്ക് ആവതില്ലല്ലോ, ആൻറ്റിക്ക് നടക്കാൻ മേലല്ലോ, ഞാൻ അങ്കിളിനെ കുളിപ്പിച്ചോളാം, ആൻറ്റി എൻ്റെ കൂടെ ഒന്ന് നിന്നാൽ മതിയെന്ന് പറയും. അപ്പം പറയും വേണ്ട മോളെ, നീ കുളിപ്പിക്കേണ്ട, ഞങ്ങൾ കുളിപ്പിച്ചോ. ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ എൻ്റെ അപ്പനായിട്ട് മാത്രം ഞാൻ കണ്ടുകൊള്ളാം, അല്ല എൻ്റെ അപ്പച്ചനായിട്ട് ഞാൻ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ അങ്കിളിനെ കുളിപ്പിക്കുകയും വേണ്ടുന്ന ശുശ്രൂഷകളെല്ലാം ചെയ്യുകയും വീട്ടിൽ നിന്ന് ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോകും. എൻ്റെ ചേട്ടത്തി എനിക്ക് ആഹാരമെല്ലാം വെച്ചുണ്ടാക്കി തരുന്നു ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത്. എന്നാലും കൊണ്ട് കൊടുക്കുവാൻ, എല്ലാവർക്കും ആഹാരം കൊണ്ട് കൊടുക്കുവാൻ എന്നെ സഹായിക്കുകയും എനിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ഈ ചേട്ടത്തിയാണ്. അങ്ങനെ ഞാൻ എല്ലാവർക്കും ആഹാരങ്ങൾ കൊണ്ട് കൊടുക്കുകയും പത്രങ്ങൾ കൊണ്ടുപോയാൽ, ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ അങ്ങ് നാണക്കേടായിരുന്നു. ഇങ്ങനെയൊക്കെ കൊടുക്കണോ, മനുഷ്യൻ വല്ലതും വിചാരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആദ്യമൊക്കെ എനിക്ക് നാണക്കേട് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പത്രം കൊടുക്കുന്നതിൽ കൂടെ പലർക്കും പല സഹായങ്ങളും ഉണ്ടാകുമായിരിക്കും, ഞാൻ മുഖാന്തരം അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ തിരുവല്ലാൽ ആശുപത്രിയിലും ആലപ്പുഴ വണ്ടാനത്ത് ആശുപത്രിയിലും ഒക്കെ പോവുകയും ആശുപത്രിയിൽ പോകുമ്പോൾ ഈ പത്രത്തിനോട് കൂടെ തന്നെ ആഹാരങ്ങളും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ പത്രം കൊടുക്കുവാൻ സന്മനസ്സോടുകൂടി പത്രം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പുതുക്കുവാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട് പണിയുന്നതിന് മുൻപേ ഞാനിവിടെ ഉടമ്പടി പുതുക്കുവാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ഒന്നേ ചോദിച്ചുള്ളൂ, അമ്മേ എനിക്കൊരു ഉടമ്പടി പുതുക്കുമ്പോൾ ഒരടയാളമായിട്ട് എൻ്റെ കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു. ഉടമ്പടി പുതുക്കിയപ്പോൾ എല്ലാവർക്കും കൂപ്പൺ കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് കിട്ടിയത് കൊടയാണ് കിട്ടിയത്. ആ കൊട കിട്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ കൊടയിൽ മഞ്ഞിനെയും വെയിലിനെയും മറയ്ക്കാൻ പറ്റുന്ന കൊടയല്ലേ, അപ്പോൾ അതെനിക്ക് വീട് പണിയാനൊരവസരം അമ്മ എനിക്ക് തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് വീട് പണിതതും ഇന്ന് വരെ അത് പൂർത്തീകരിച്ചതും. അതിനും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാലറ്റ്, ഇടക്കൊച്ചി സെൻറ്റ് മേരീസ് ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 മെയ് 17-ാം തീയതിയാണ്. അതിനു മുൻപ് ഞാൻ ജപമാല റാലിയിൽ എൻ്റെ ചേച്ചി എന്നെ പങ്കെടുപ്പിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു എൻ്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഞാൻ 20 വർഷത്തേക്ക് എൻ്റെ വീടിൻ്റെ ആധാരം പണയത്തിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് 3 മാസത്തിനുള്ളിൽ എങ്ങനെയോ എനിക്കറിയില്ല അതെനിക്ക് വീട്ടിലേക്ക് തിരിച്ച് എടുക്കാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മാതാവിൻ്റെ അൾത്താരയിൽ എന്തോ പ്രത്യക്ഷീകരണ സാക്ഷിയാക്കി എനിക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി.
അങ്ങനെ ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോളുടെ ബോർഡ് എക്സാം CBSE ബോർഡ് എക്സാം ആയിരുന്നു 2024. അതിന് 2 ദിവസം മുൻപ് എൻ്റെ വീട്ടിലെ വളർത്തു നായ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കടിച്ച് 10 മിനിറ്റ് കടിച്ചു പിടിച്ചിരുന്നു. വിട്ടില്ല. എന്തൊക്കെയോ ചെയ്തിട്ടും അവൻ കയ്യിൽ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങൾ മാതാവേ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് പിടിവിടുകയും പക്ഷേ കയ്യിലൊരു പോറൽ പോലും കുഞ്ഞിനേറ്റില്ല. പക്ഷേ ഞങ്ങൾ അന്ന് തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും ഹോൾ ടിക്കറ്റ് ഇവിടെ നിന്ന് അൾത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ആ എക്സാമിന് കൊച്ചിന് ക്ലാസ്സിലൊക്കെ 79% മാർക്കേ ലഭിക്കുമായിരുന്നുള്ളൂ. ഫിസിക്സ് എക്സാമിൻ്റെ അന്നാണെങ്കിൽ അവൾക്ക് തീരെ പനിയും ഛർദിലും വന്നിട്ട് അവൾ 1 മണി വരെയും ഒന്നും പഠിക്കാൻ സാധിക്കാണ്ട് കിടപ്പായിരുന്നു. പിറ്റേ ദിവസം വർഷം പോയാലും സാരില്ല, കുഞ്ഞല്ലേ വലുതെന്നോർത്ത് ഞാൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാം, എക്സാം എഴുതണ്ട എന്ന് വിചാരിച്ചിരുന്നപ്പോൾ കൊച്ചു കിടക്കുന്ന തലേനടയിൽ ഞാൻ കൃപാസന പത്രം എടുത്തു വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് തന്നെ വെളുപ്പിനെ 3 മണിയായപ്പോൾ ഒരു പനിയുള്ള കുട്ടിയെപ്പോലെയല്ല അവൾ എണീറ്റ് വന്നത്. വളരെ സ്മാർട്ടായിട്ട് എണീറ്റ് വന്നിട്ട് മമ്മി എനിക്ക് പഠിക്കണം, നാളെ എക്സാം എഴുതണം എന്ന് പറഞ്ഞു. ഞാൻ അതെന്നെ അതിശയിച്ചു പോയി, ഇതെങ്ങനെ സാധിച്ചു എന്ന്. അങ്ങനെ അവൾ പഠിക്കുകയും രാവിലെ വെറുതെ എക്സാം എഴുതിയാൽ മതി, വർഷം പോകില്ലല്ലോ, പാസ്സായോട്ടെ എന്ന് ഓർത്തു. പക്ഷേ അവൾക്ക് 96% മാർക്കോടെ CBSE ബോർഡ് എക്സാമിൽ പാസ്സാവാൻ സാധിച്ചു. അത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ എന്നെ ഇവിടേക്ക് വിളിക്കായിരുന്നു. അതിനുശേഷമാണ് ഞാൻ മെയ് മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. ഒരുപാട് നിയോഗങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതിലെ ഏറ്റവും പ്രത്യേകമായുള്ളൊരു നിയോഗമായിരുന്നു ആ വർഷം അവൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ എഴുതുന്ന എക്സാമിലെല്ലാം മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ കുടുംബവും ആത്മീയമായി വളർന്നു. ജപമാലയിലും എല്ലാ ദിവസവും കുർബാനയിലും ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു. ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന പ്രെയർ ഞങ്ങൾ എല്ലാ ദിവസവും കൂടുമായിരുന്നു. പക്ഷേ എൻ്റെ മകൾക്ക് അതിൽ ഒരുപാട് സമയം പ്രാർത്ഥിക്കേണ്ട മമ്മി, പഠിക്കണം, താൻ പാതി ദൈവം പാതി എന്ന് അവൾ പറഞ്ഞു. ഞാനൊരു ദിവസം പറഞ്ഞു, അവളുടെ മോഡൽ എക്സാമാണ്, ഞങ്ങളൊരു ടൂറ് വേളാങ്കണ്ണിയിൽ പോയി വന്നപ്പോഴത്തേക്കും അവളൊന്നും എന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഡെയിലി ബ്രെഡ് കൂടാൻ പറ്റില്ല, സമയമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള മാർക്ക് കിട്ടിയാൽ മതി, മോൾ പഠിച്ചോ, മോൾ പ്രാർത്ഥിച്ചിട്ട് പോ, അത് കഴിഞ്ഞിട്ട് എന്ത് മാർക്ക് കിട്ടുന്നോ അത് കിട്ടിയാൽ മതി എന്ന് ഞാൻ വാശി പിടിച്ചു. അവളെ നല്ല ഇഷ്ടത്തോടെയല്ല അന്ന് എൻ്റെ കൂടെ ഇരുന്ന് അവൾ ഡെയിലി ബ്രെഡ് കൂടിയത്. പക്ഷെ അന്ന് അവൾ ഒരിക്കലും ആ മോഡൽ എക്സാമിൽ ഒരു 600 മാർക്കിൻ്റെ മേളിൽ ഒരിക്കലും അവൾ എൻട്രൻസ് എക്സാമിൽ മേളിലേക്ക് വന്നിരുന്നില്ല. പക്ഷെ അന്ന് ആദ്യമായിട്ട് അവൾക്ക് A+ മാർക്കോടെ അവൾക്ക് അന്ന് പാസ്സാവാൻ സാധിച്ചു. അവളന്ന് എന്നോട് വന്ന് മാപ്പ് പറഞ്ഞു, മമ്മി ഞാൻ പഠിച്ചിട്ടല്ല ഈ മാർക്ക് എനിക്ക് തന്നത്, ജോസഫ് അച്ഛൻ്റെ പ്രെയറിന് അത്രത്തോളം ശക്തിയുണ്ടെന്ന് എൻ്റെ മോള് തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു അന്ന്. അങ്ങനെ അവൾ എൻ്റെ കൂടെ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ആ വർഷത്തെ ആദ്യത്തെ എക്സാം JEE എക്സാം ആയിരുന്നു. ഞങ്ങൾ എക്സാമിന് വെളുപ്പിനെ എണീറ്റ് പോകുമ്പോൾ നല്ല പനിയായിരുന്നു എനിക്ക്. ഞാൻ എൻ്റെ മോളുടെ കൂടെ ഒരു വിധത്തിലാണ് പോയത്. ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും ഒരു പ്രായമുള്ള ചേച്ചി, അത്ര വെളുപ്പിനെ എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല, ബസ്സിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് വയ്യായിരുന്നിട്ടും ഞാൻ എണീറ്റ് കൊടുത്തു. കൊച്ചു പഠിക്കുകയല്ലേ, ഞാൻ എണീറ്റ് നിൽക്കാമെന്ന് ഓർത്തു. ഞാൻ എണീറ്റ് നിന്നു. അപ്പം ഞാൻ ബസ്സിൽ പിടിച്ച് നിന്നോട് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ ഞാൻ മനസ്സിൽ ചോദിച്ചു. അപ്പം ഞാനൊരു ആകാശം പോലെ ഒരു മഞ്ഞ് കണ്ടു. അതിൻ്റെ പുറത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും, നെഹമിയ 2:20 എന്ന് കാണിച്ചു തന്നു. ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും നെഹമിയ എന്ന പുസ്തകം ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. നെഹമിയ എന്നുള്ള പുസ്തകം ബൈബിളിലുള്ളതാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് അത്ര കാര്യമാക്കിയില്ല. തിരിച്ച് എക്സാം നല്ലായിരുന്നു എന്ന് മോള് പറഞ്ഞു, കൂളായിട്ട് എഴുതി. ഭയങ്കര സന്തോഷത്തോടെ അവൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ബസ്സിൽ വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഒരു വചനം കണ്ടത് ഞാൻ ബൈബിളിലാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ ബൈബിൾ തുറന്നു നോക്കിയപ്പം കറക്റ്റായിരുന്നു, നെഹമിയ 2:20 സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും. അങ്ങനെ എനിക്ക് തന്ന സുവിശേഷ ഭാഗമായി ഞാൻ വാക്കായി കരുതി ഞാനത് എഴുതി വെച്ചിട്ട് മോൾ എപ്പോഴൊക്കെ എക്സാം എഴുതുന്ന അപ്പോഴൊക്കെ ഞങ്ങളത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിനുശേഷം കൊച്ചെഴുതിയ എല്ലാ എക്സാമിനും നല്ല മാർക്കോടെ അവൾക്ക് പാസ്സാകാൻ സാധിച്ചു. പക്ഷേ അവളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഡോക്ടർ ആവുക എന്നായിരുന്നു. ബാക്കി എല്ലാ എക്സാമും അവൾ വെറുതെ പോയി എഴുതിയതാണ്. അപ്പോൾ നീറ്റ് എക്സാം ആയി. നീറ്റ് എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം കൊച്ചു പറയും. അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ ജനുവരി 2025 ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും വലിയ നിയോഗം, ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഒട്ടും ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഞാൻ.
എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, എഴുതി കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരിക്കലും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സ്കോർ എത്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ്. അന്ന് മുതൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ തന്നെ അത് ആ വചനം എഴുതിയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്നത്. അന്ന് മുതൽ എനിക്ക് എക്സാമിന് ഒരുപാട് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ എക്സാം എഴുതുമ്പോൾ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നീറ്റ് എക്സാം ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ടെൻഷൻ മാറുന്നില്ല. കാരണം എൻ്റെ ആഗ്രഹം അതാണ്. ഒരു വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തു, ഇനി എന്ത് ചെയ്യും, എൻ്റെ ഡാഡയും മമ്മി. അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു, എനിക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലോ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ വർഷം അല്ലാതെ ഞാൻ അടുത്ത വർഷത്തേക്ക് പോകത്തില്ല, എനിക്ക് ഈ വർഷം തന്നെ ഗവൺമെൻറ് MBBS വേണമെന്ന്. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചു. അപ്പോൾ അച്ഛനായിട്ട് ബ്ലെസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും അച്ഛൻ കുരിശ് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, 2 ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞത് എനിക്ക് നീറ്റിന് ഗവൺമെൻറ് MBBS വേണമെന്നും, രണ്ടാമത് എൻ്റെ അനിയത്തിക്ക് ഞാൻ 10th പഠിക്കുമ്പോൾ മുതൽ മൈഗ്രെയിൻ ഉള്ളതാണ്. MRI സ്കാൻ വരെ എടുത്തിട്ടും അവൾക്ക് വേറൊന്നുമില്ല, മൈഗ്രെയിനാണ്. ഡോളൊക്കെ കഴിക്കാൻ കൊടുക്കും, പക്ഷെ അവൾക്കൊരു മാറ്റവും ഇല്ല. അവൾക്ക് വേദന വരുമ്പോൾ കണ്ണൊക്കെ ഇറുക്കി പിടിച്ച് മുടിയെല്ലാം ഇങ്ങനെ വലിച്ച് തലയൊക്കെ കൊണ്ട് മതിലേക്ക് കൊണ്ട് ഇടിക്കുമായിരുന്നു. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അനിയത്തിയുടെ തലവേദന എനിക്കിനി കണ്ടു നിൽക്കാൻ പറ്റില്ല, അതൊന്ന് മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു. ആ നിമിഷം മുതൽ അവളുടെ മൈഗ്രെയിൻ അസുഖം പൂർണ്ണമായും മാറി. ഇന്ന് വരെ അവൾ പിന്നെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അച്ഛൻ എനിക്കൊരു കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് തന്നിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. അങ്ങനെ ഞാൻ എക്സാമിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. ഞാൻ കരഞ്ഞോണ്ടേ ഇരുന്നേച്ചാൽ അന്നൊരു ദിവസം എണീറ്റത് മുതൽ കരഞ്ഞോണ്ട് എനിക്ക് അത്രയും ടെൻഷൻ. എനിക്ക് അനങ്ങാനും ഒന്നും പറ്റുന്നില്ല, പഠിച്ചതെല്ലാം മറന്നു പോകുന്ന പോലെ തോന്നി. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ വീടിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അങ്കിളിനെ കണ്ടു. ആ അങ്കിളിൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയുള്ളൊരു കീ ചെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അമ്മ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സഞ്ചാരി മാതാവ് മുമ്പേ പോയിട്ടുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് എക്സാം എഴുതിക്കുമെന്ന് പറഞ്ഞു. മെയ് 4-ാം തീയതി ആയിരുന്നു എക്സാം ഡേറ്റ്. അപ്പോൾ 11 മണിക്ക് എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 10 മണിയായപ്പോൾ ഞാൻ എടപ്പള്ളിയിൽ സെയിൻറ്റ് ജോർജ് പള്ളിയിൽ തിരുനാളായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കൃപാസന മാതാവിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടാണ് ഞാൻ എക്സാം ഹാളിലോട്ട് പോയത്. അപ്പോൾ 11 മണിക്ക് ഞാനവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് കയറാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയും ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് തന്നു, ഉപ്പ് പോക്കറ്റിൽ വെച്ച് തന്നു, പിന്നെ ഉപ്പ് കുറച്ച് തലയിൽ വിതറിയിട്ട് എനിക്ക് കൃപാസന മാതാവിൻ്റെ തേൻ തന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ 2-3 കാര്യങ്ങൾക്ക് ഇങ്ങനെ നോക്കണം എന്ന് തോന്നി. അപ്പോൾ അമ്മ കയറാൻ പറഞ്ഞിട്ട് ഞാൻ കയറാതെ ആ കാര്യങ്ങൾ നോക്കിയിട്ട് എക്സാം ഹാളിലോട്ട് കയറി. എക്സാം ഹാളിലോട്ട് കയറാൻ വേണ്ടി പോയപ്പോഴേക്കും ഫസ്റ്റ് ഇങ്ങനെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ മെറ്റൽ ഐറ്റംസ് ഒന്നും കയറ്റാൻ പാടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ അത് കാരണം തന്നെ ഞാൻ കൃപാസന മാതാവിൻ്റെ കാശുരൂപം പ്ലാസ്റ്റിക് കൊന്തയിൽ കോർത്തിട്ടാണ് ഞാൻ കയറാൻ വേണ്ടി പോയത്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്കത് കയറേണ്ടി വന്നു. അപ്പോൾ എല്ലാവരുടെയും ഉടമ്പടി സാക്ഷ്യത്തിൽ ഞാൻ കേൾക്കാറുണ്ട്, അത്ഭുതകരമായിട്ട് കാശുരൂപം കയറ്റാൻ പറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ എന്താ ഇത്, എനിക്ക് ഒന്നാമത്തെ ടെൻഷനാണ്, എനിക്ക് കാശുരൂപം കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ അമ്മ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് അച്ഛൻ തന്നത് ഉടുപ്പിൽ തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കയറിയപ്പോഴേക്കും ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പോക്കറ്റ് ചെക്ക് ചെയ്യേണ്ടി വന്നപ്പോഴേക്കും എൻ്റെ പോക്കറ്റിൽ ഉപ്പുണ്ടായിരുന്നു. ഇവർ ശക്തമായിട്ട് പോക്കറ്റ് കുടഞ്ഞിട്ടും ഞാൻ നോക്കിയിട്ട് ഉപ്പ് പുറത്ത് വന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, മാതാവ് എനിക്ക് സമാധാനത്തിനായിട്ട് എൻ്റെ ഉപ്പ് പോവാതിരുന്നതാണ്. എനിക്ക് ഉപ്പ് എക്സാം ഹാളിൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് എഴുതുന്നതിന് മുമ്പ് എനിക്ക് വിതരണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ കൈവച്ചിരുന്നു. അത് നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ഓർത്ത് സമാധാനത്തിൽ ഞാൻ കയറി. എക്സാമിലോട്ട് കയറിയപ്പോൾ എനിക്കൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് സെൻറ്ററായിട്ട് കിട്ടിയത്. അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ സ്കൂളിൽ, അതായത് ഒരു പള്ളി അടുത്തുള്ളിടത്ത് എക്സാം ഹാളിൽ കിട്ടി അമ്മ അവിടെ പോയി ഇരുന്നോളാം എന്നുള്ളൊരിത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് അവിടെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു. എനിക്ക് സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളാണ് കിട്ടിയത് കലൂരിൽ. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എൻ്റെ എക്സാമിലോട്ട് കയറിയപ്പോഴേക്കും ഞാൻ ഇരുന്ന് നേരെ നോക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ കാണുന്നത്. മാതാവിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുന്നത് പോലെയായിരുന്നു ആ ഫോട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വേറൊന്നും ഇനി റീകോൾ ചെയ്യാൻ ഒന്നും നിന്നില്ല. ഞാൻ കൊന്തെല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ എക്സാം തുടങ്ങാറായി. ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. ഫസ്റ്റ് ഒരു പേജ് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഫിസിക്സ് ആയിരുന്നു ആദ്യം അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്, അത് നടന്നില്ല. കെമിസ്ട്രി നോക്കി, ബയോളജി നോക്കി. അരമണിക്കൂറോളം എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ സ്തംഭിച്ചു നിന്നു, ഒന്നും ചെയ്യാൻ പറ്റാതെ. അപ്പോഴേക്കും ഞാൻ വേഗം ഉപ്പ് എടുത്ത് വിതറി, ക്വസ്റ്റ്യൻ പേപ്പറിന് മുകളിൽ വിതറി. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം കേൾക്കുന്നത് പോലെ തോന്നി. വേഗം കെമിസ്ട്രി എടുത്ത് അറ്റൻഡ് ചെയ്യും, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ എഴുതാൻ തുടങ്ങി. നിനക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് 720 മാർക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ അത്ര ഒന്നും എനിക്ക് വേണ്ട, നീ എഴുതിക്കോ എന്ന് മാത്രം ഒരു ശബ്ദം. എന്നിട്ട്
എന്തൊക്കെയോ ഉത്തരങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് ഒരു ചേട്ടൻ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല. അടുത്ത എക്സാമിന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ശേഷം ആ ചേട്ടൻ ഇങ്ങനെ ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ക്ലാസ്സിൽ കേട്ടിരുന്നു. അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ എക്സാം ഹാളിൽ ഇരുന്നപ്പോൾ. ഇങ്ങനെ ഉത്തരം പറഞ്ഞു എന്തോ എനിക്ക് അത് അറിയത്തില്ല. കാരണം ബയോളജി ഒക്കെ എഴുതുമ്പോൾ എനിക്ക് അസർഷൻ റീസണൊന്നും എഴുതാൻ പറ്റാറില്ല. കാരണം എപ്പോഴും ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കും മോഡലൊക്കെ നടത്തുമ്പോൾ. അന്ന് ആ ബയോളജി പേപ്പറിൽ മുഴുവൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു മേജറായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം എനിക്ക് എന്താ ക്വസ്റ്റ്യൻ അർത്ഥമൊന്നും അറിയത്തില്ല. ഞാൻ എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഫിസിക്സ് എനിക്ക് ആവപ്പെടെ 8 or 7 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ലാസ്റ്റ് 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു ഇത് മതി നിനക്ക്, ഇത് മതി, നീ ഇനി കുറച്ച് റിലാക്സ് ചെയ്തിരുന്നോ എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലാണ്. കാരണം എനിക്കറിയാം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച സ്കോർ എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ എന്തിനാ കരയുന്നത്, എക്സാം ഡിഫിക്കൽട്ടാണോ എന്നുള്ളതല്ല, നീ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് മാതാവ് തീരുമാനിച്ച് നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഞാൻ ഉടമ്പടിയിൽ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് വന്നു. എനിക്ക് 36,000 വന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം 25,000 ഉള്ളിൽ വന്നാലേ എനിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് വരുള്ളൂ. എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയി. ഞാൻ ആകെ ഫുള്ള് തളർന്നു പോയി. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുന്നതാണ്. ഒരു ക്യാൻസർ വന്ന ഒരു ആൻറ്റിയാണ്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ എപ്പോഴും ഒരു ക്യാൻസർ ഇങ്ങനെ അടുത്ത ക്യാൻസർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആൻറ്റിനോട് എല്ലാവരും ചോദിക്കുമെന്ന് പറയായിരുന്നു എന്തിനാ നീ ഉടമ്പടി എടുത്തതല്ലേ, അപ്പോൾ പിന്നെ നിനക്ക് എന്തിനാ ഇത്രയും സഹനം തരുന്നതെന്ന്. അപ്പോൾ ആൻറ്റി ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സഹനത്തിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റൂ. സഹനം വന്നാലും നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്കണമെന്ന്. ഞാൻ ഈശോയോടും മാതാവിനോടും ചേർന്ന് നിന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കേരള റാങ്ക് വന്നു. 3,000 വന്നത്. അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ലാത്ത റാങ്കാണ് വന്നത്. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എനിക്കൊരു റിസർവേഷൻ കൊണ്ട് കിട്ടാത്ത, ലാറ്റിൻ റിസർവേഷൻ കൊണ്ട് കിട്ടാത്തൊരു റാങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനുള്ള ഡേറ്റ് വന്നപ്പോഴേക്കും എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്കൊരു മെറിറ്റും ഇല്ലെന്ന്, എന്നാൽ എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുണ്ട്. മാതാവ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ എൻ്റെ റാങ്കിനൊരു ഗവൺമെൻറ് MBBS തരണമെന്നും പറഞ്ഞു ഞാൻ നിയോഗം സമർപ്പിച്ചു. തിരിച്ചു പോയപ്പോൾ ഞാനിട്ട് ഡേറ്റ് നീണ്ടു പോയി. അപ്പോൾ ഡെയിലി ഇവിടെയുള്ള അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ ഡേറ്റ് നീങ്ങിപ്പോയി മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എന്നോട് തന്നെയാണ് അത് പറയുന്നതെന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേരളയുടെ ആയിരുന്നു ആദ്യം വന്നത്. വന്നപ്പോഴേക്കും ലാസ്റ്റ് റാങ്കിൽ എൻ്റെ റിസർവേഷനിൽ എനിക്ക് ഗവൺമെൻറ് MBBS ലഭിച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഇവിടെ വന്നു, മാതാവിനോട് നന്ദി പറഞ്ഞു, സാക്ഷ്യം പറയാൻ വേണ്ടി പോയി. പക്ഷേ അപ്പോൾ പറഞ്ഞ് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു പോയി വീട്ടിൽ ഒരു 8 മണിയോടെ എത്തി. 8 മണിയോടെ എത്തിയപ്പോൾ തന്നെ പിന്നെ കാണുന്നതിൽ ആ ലിസ്റ്റ് റദ്ദാക്കി, അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല പേടിക്കേണ്ട, ഓൾറെഡി വന്നതല്ലേ, അത് തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത് അത് റീപബ്ലിഷ് ചെയ്തപ്പോൾ ലാസ്റ്റ് റാങ്ക് എൻ്റെ ആയിരുന്നു. എൻ്റെ റാങ്ക് മാത്രം പോയി. ബാക്കി എല്ലാവരുടെയും അതുപോലെ തന്നെ എൻ്റെ റാങ്ക് മാത്രം പോയി. എനിക്ക് ആകെ തളർന്നു പോയൊരവസ്ഥയിലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു എന്താ എൻ്റെ എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഡിപ്രഷനിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ. പക്ഷെ അപ്പോഴും മാതാവ് എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് എനിക്ക് പറയാനായിട്ട്. കാരണം ഞാൻ ഒട്ടും തളർന്നില്ല, മാതാവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായാലും ഇത് പോയി. ഇപ്പോൾ ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു കുഞ്ഞിന് എന്താ നല്ലതെന്ന് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. അപ്പം അമ്മ ഇത് എനിക്ക് പറ്റാത്തൊരു കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇത് എനിക്കിത് മാതാവിന് തരാൻ കഴിയും, എന്നാൽ നിനക്കിത് നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ നിനക്കിത് പറ്റിയ ഒരു കോഴ്സായിരിക്കില്ല എന്ന് വിചാരിച്ചായിരിക്കുമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ മെഡിക്കൽ അലൈഡിന് കൊടുത്തു. അപ്പോൾ എനിക്ക് വെറ്റിനറി കിട്ടി തൃശ്ശൂരിൽ. അപ്പോൾ ഞാനോടത്ത് മാതാവ് ഇതായിരിക്കും തീരുമാനിച്ചിരിക്കുന്നതെന്ന് കരുതി അതിൽ മുമ്പോട്ട് പോയി. എന്നാൽ എനിക്ക് ഇനി എൻ്റെ എല്ലാ MBBS എന്നുള്ള സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴായിരുന്നു സെക്കൻഡ് റൗണ്ട് വന്നത്. സെക്കൻഡ് റൗണ്ട് കേരളയുടെ സെക്കൻഡ് റൗണ്ട് വന്നപ്പോഴേക്കും ഞാൻ ഇതുപോലെ ടെൻഷൻ അടിച്ച് വന്ന് നിൽക്കുമായിരുന്നു. അപ്പം അമ്മയുടെ പുതുക്കുന്ന സമയമായപ്പോഴേക്കും ഞാൻ അമ്മയുടെ കൂടെ വന്നു. അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ ആദ്യം വന്നതാ പിന്നെ പോയിന്ന്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ഇടയ്ക്ക് ധ്യാനത്തിൽ പറയുമായിരുന്നു 44 ദിവസത്തിനുള്ളിൽ നിൻ്റെ കാര്യം സാധിക്കുമെന്ന്. അപ്പോൾ അമ്മ ഡേറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ September 25 ആയിരുന്നു ആ ഡേറ്റ്. അന്ന് തന്നെയായിരുന്നു രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരേണ്ടിയിരുന്നത് കേരളയിൽ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ്ങിന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം. അച്ഛൻ ശക്തമായി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. അങ്ങനെ September 25 എൻ്റെ കേരള സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് MBBS അഡ്മിഷൻ ലഭിച്ചു. ഞാൻ ഇന്നലെ പോയി ഇന്നലെ ഞാൻ പോയി അഡ്മിഷൻ എടുത്തിട്ട് ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ്. ഇനി എവിടെയായാലും ഞാൻ മാതാവിനോട് ചേർന്ന് നിൽക്കും. എന്നെ ഇത്രയും വലിയൊരു സാക്ഷിയായി ഉയർത്തിയതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു. കാരുണ്യപ്രവർത്തികളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പത്രം വിതരണം ചെയ്യും. അത് പല ഭാഷകളിലായിട്ട് പല സ്ഥലങ്ങളിൽ എവിടെ തന്നെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും, അവിടെയൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യും.
പിന്നെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു, മാതാവേ അഡ്മിഷൻ കിട്ടിയാൽ ഞാൻ പത്രത്തേക്കാൾ ഉപരി കുറച്ച് ലോക്കറ്റുകൾ വാങ്ങിച്ച്, എപ്പോഴും സ്വീറ്റല്ലേ കൊടുക്കുന്നത് ജയിച്ചെന്നൊക്കെ പറഞ്ഞു, അതിന് പകരം മാതാവിൻ്റെ ലോക്കറ്റ് വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കും എന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ ഒരു 50 ലോക്കറ്റ് വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും തന്നെ വിതരണം ചെയ്തു. പിന്നെ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നെ കൊച്ചി എക്സാം എഴുതാൻ പോകുമ്പോൾ എഴുതുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും എക്സാം നടക്കുമ്പോൾ, മോഡലൊക്കെ നടക്കുമ്പം അവളുടെ കയ്യിൽ ചോറുപൊതി പോയിന് കൊടുക്കും. മോൾ എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുൻപ് തന്നെ ഈ ഫുഡ് കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് വേണം മോൾ ഇത് പോകാൻ പറയുന്നു. ഈ പുണ്യഭൂമിയിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിന് കോടാനുകോടിയും തിരുക്കുമാരനോട് നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലെസ്സി, ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഉടമ്പടി എടുത്തത്. അതിനു മുൻപ് ഓൺലൈൻ ഉടമ്പടി ഞാൻ എടുത്തത് 2021. ഓൺലൈൻ ഉടമ്പടി എടുക്കാനുള്ള കാരണമെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഡൽഹിയിലെ മഹാമാരി ചിലപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ സമയത്ത് ഡൽഹി സെക്കൻഡ് വേവ് കോവിഡിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിരുന്നു. ഡോക്ടർ പറഞ്ഞിരുന്നു ചിലപ്പോൾ ആൾ പോവും എന്നുള്ളൊരു അവസ്ഥയിൽ ഡോക്ടർ മുഖത്തോക്കി പറഞ്ഞിരുന്നു എന്ന് എൻ്റെ പേരൻസിനോടും ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിരുന്നു. എനിക്കൊരു മോളുണ്ട്, 6 വയസ്സുള്ള മോൾ. അന്ന് അവൾ 2 വയസ്സായിരുന്നു. അപ്പോൾ ആദ്യം ഹസ്ബൻഡാണ് അത് എഫക്റ്റ് ആയത്, അത് കഴിഞ്ഞിട്ട് മോൾക്ക്, പിന്നെ ആയിരുന്നു ലാസ്റ്റ് എനിക്ക്. അപ്പോൾ എനിക്ക് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി. ന്യൂമോണിയ ത്രൂ ആണ് കോവിഡ് വന്നത്. ന്യൂമോണിയ വന്നിട്ട് ലങ്സിൽ ബ്ലഡ് കെട്ടിക്കിടന്നു. അത് കാരണം കൊണ്ട് ഫുൾ ക്ലോട്ടായിരുന്നു. ചിലപ്പോൾ നഴ്സസ്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുമായിരിക്കും. അത് വന്നിട്ടാണ് ബ്രെത്ത്ലെസ്നെസ് എക്സ്ട്രീം ആയത്. ആ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ സാച്ചുറേഷൻ എൻ്റെ പോയത് 74 ആണ്. എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സാച്ചുറേഷൻ ഒരു ശരാശരി മനുഷ്യർക്ക് വേണ്ടത് 98 to 100% ആണ്. ആ സമയത്ത് 74% എന്ന് പറഞ്ഞത് എക്സ്ട്രീം ബ്രെത്ത്ലെസ്നെസ് ആണ്. എനിത്തിങ് ക്യാൻ ഹാപ്പൻ. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം എൻ്റെ ഹസ്ബൻഡ് ഹീ ടുക്ക് മീ ടു ദ ഹോസ്പിറ്റൽ വിച്ച് ഇസ് നിയർ ബൈ ടു അവർ പ്ലേസ്. ആ സമയത്ത് ബെഡ് കപ്പാസിറ്റി ടോട്ടലി ഇല്ലായിരുന്നു, ടോട്ടലി നിൽ. ബിക്കോസ് എനിക്ക് സ്റ്റിൽ ഐ റിമെമ്പർ ദാറ്റ് ഞാൻ വീട്ടിലായിരുന്നു ഒരാഴ്ച ഫുൾ ന്യൂമോണിയ വെൻ ഐ അഫക്റ്റഡ് വിത്ത് ഇറ്റ്. ബിക്കോസ് ഇറ്റ് വാസ് ഹൈ ഫീവർ അറൗണ്ട് 102, 103 ആൻഡ് ഇറ്റ് വാസ് സെറ്റിലിംഗ് ഡൗൺ ഇൻ ബിറ്റ്വീൻ. ബട്ട് വെൻ ഹി വാസ് ഗിവിംഗ് ടെപ്പിഡ് സ്പഞ്ച്, ബട്ട് ഇറ്റ് വാസ് നോട്ട് ഗോയിങ് ത്രൂ ഓൾ ദ വെൽ വേ. Then simultaneously it was coming back and forth, it's coming and all. എന്നിട്ടാണ് അത് പെട്ടെന്ന് ആ ഗ്രേഡ് ഹൈ ഗ്രേഡായിട്ട് ഫീവർ കൂടിക്കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യണം എനിക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരു സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ ആ ബെഡിൽ മാത്രം കിടന്നിരുന്നു. അവസാനമായിരുന്നു ഓക്സിജൻ സിലിണ്ടറായിട്ട് വീട്ടിൽ നിന്ന് പോയതും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സമയത്ത് വീട്ടിൽ നിന്ന് പോയപ്പം പുള്ളി അറിയാതെ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിൻ്റെ അതുപോലും ഒരു സ്റ്റെപ്പ്, ബേബി സ്റ്റെപ്സാണ് ഞാനെടുത്ത് മെല്ലെ മെല്ലെ നീങ്ങിയത്. കാരണം ഓക്സിജൻ ട്യൂബിങ് അറിയാതെ ലിഫ്റ്റ് കേടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ അപ്പാർട്ട്മെൻറ്റ്സിലെ ലിഫ്റ്റ് കേടായതുകൊണ്ട് തന്നെ അറിയാതെ അത് പുള്ളി വിചാരിച്ചു അകത്തോട്ട് കൊണ്ടുപോകാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് ആ ട്യൂബിങ് വിട്ട് പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് അവിടെ തന്നെ ഡിസ്കംഫർട്ടായി. പിന്നെ സ്റ്റെപ്പിൽ കൂടെ ഞങ്ങൾ നടന്ന് കയറുമായിരുന്നു. കാറിൽ ത്രൂ ഞങ്ങൾ അഡ്മിറ്റായി. ഓക്സിജൻ്റെ അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിക്കഴിഞ്ഞ്. അന്ന് മോള് കൂടെ ഉണ്ടായിരുന്നു. അപ്പം കൂടെ ഓക്സിജൻ്റെ ഞാൻ കൃത്യം ഓർക്കുന്നില്ല, സിലിണ്ടറിൻ്റെ കപ്പാസിറ്റി ആ സമയത്ത് വളരെ കുറവായിരുന്നു. 1.5 2 ലിറ്റേഴ്സോ മറ്റോ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് തീരും, അതുകൊണ്ട് നീ ആദ്യം ഇവളെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ വിടാമെന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ മുമ്പിൽ കൂടെ ഞാൻ എമർജൻസിയിൽ അഡ്മിറ്റ് ആകാമെന്ന് പറയുമ്പം ചിലപ്പോൾ അവളൊരു കുട്ടിയാണ്. ബിക്കോസ് ഒബ്വിയസ്ലി ഞാനൊരു BSc നഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. മെൻ്റൽ ഹെൽത്ത് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രോമറ്റൈസ്ഡ്. അപ്പം അത് അവൾക്ക് വരേണ്ടെന്ന് ഓർത്ത് തന്നെ സെയിം ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, എന്തെങ്കിലും ആട്ടെ. ഞാൻ അവിടെ തന്നെ ഓർത്തു മാതാവ് എന്ത് ചെയ്യണം എന്ന് മനസ്സിൽ വന്നു. ഒന്നും പറ്റില്ല, നീ അവളെ വീട്ടിൽ തന്നെ വിട്, വരുന്ന വെച്ചെടുത്ത് കാണാം എന്ന് തന്നെ ഞാൻ ഓർത്തു. അവിടുന്ന് അവളെ അവിടുന്ന് ഞങ്ങൾ വണ്ടിയിൽ അവൾ ഉണ്ടായിരുന്നെങ്കിലും അമ്മയുണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. അവൾ സ്റ്റിൽ നം. ബിക്കോസ് ചേട്ടന് വന്നു, അവൾക്ക് വന്നു, ലാസ്റ്റ് എനിക്ക് വന്നെങ്കിലും അവൾ ഷി വാസ് ടോട്ടലി ഡൗൺ. എന്നിട്ടാണ് ഫൈനലി അവളെ വീട്ടിൽ വിട്ടു. എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ മമ്മിയുടെ വീട്ടിൽ അവളെ വിട്ടു. അവളെ വിട്ടപ്പോഴും ഒരു കുഴപ്പമില്ലായിരുന്നു. ആ സിലിണ്ടറിൻ്റെ ഓക്സിജൻ തീരുന്നത് ആ സിലിണ്ടറിൽ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലെ വാതിക്കെ എത്തിയപ്പോഴാണ്. അതായിരുന്നു ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലുണ്ടായ ഫസ്റ്റ് അനുഗ്രഹം. അവർ അവിടെ ഷോക്കായി. ഇതുവരെ ഇല്ലാത്ത ആ കൃത്യം അവർ
ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് കൃത്യമായിട്ടും അല്ലാതെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരുടെ വെക്കുമ്പോൾ തന്നെയാണ് എൻ്റെ ആ ഒരു ഓക്സിജൻ്റെ അത് തീരുന്നത്. ആ തീർന്നപ്പോൾ തന്നെ അവിടുന്ന് തുടങ്ങിയ അത്ഭുതങ്ങളുടെ പെരുമഴ. കിടന്നപ്പോൾ ആദ്യം കാഷ്വാലിറ്റിയിലായിരുന്നു, ബെഡില്ലായിരുന്നു, പല ബുദ്ധിമുട്ടുകളിലും മരണം അടുത്ത് മുഴുവൻ മരണം മാത്രമേ ഉള്ളായിരുന്നു. ഡെഡ് ബോഡീസ് ഫുൾ അവേ. 28 വയസ്സുള്ള ആൾക്കാർ മരിക്കുന്നു, എക്സ്ട്രീമായിട്ട് സീഷർ ഫിറ്റ്സ് അടിക്കുന്നു, അത്രയും എക്സ്ട്രീം. ഭാര്യ മരിച്ചിട്ട് ഭർത്താവിനറിയില്ല, ഭർത്താവ് മരിച്ച ഭാര്യയ്ക്കറിയില്ല, ഒരൊറ്റ അടിക്ക് 6 പേരൊക്കെ മരിക്കുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേടിയില്ല എനിക്ക്. ഞാൻ ആ സമയത്ത് കൊന്ത ചെല്ലുന്നുണ്ടായിരുന്നു, മനസ്സില്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താവും എന്നുള്ളൊരു എനിക്ക് പേടിയില്ല. പക്ഷേ എനിക്ക് എന്നെക്കാട്ടും കൂടുതൽ ടെൻഷൻ വന്നത് എൻ്റെ അച്ഛന് നല്ല പ്രായമുണ്ട്, ആ പുള്ളിക്ക് എന്താവും, പിന്നെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഇവർ, എൻ്റെ മോളെക്കുറിച്ചുള്ള ടെൻഷൻ, അവളുടെ മെൻ്റൽ ഹെൽത്ത്, അവൾ എന്തായിരിക്കും, അവൾക്ക് ടെൻഷനാവോ, അവൾ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വിഷമമാവോ, പേടി തട്ടുവോ എന്നൊക്കെയുള്ളൊരു പേടിയും വിഷമമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ വിഷമങ്ങൾ. പിന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പം അതിനിടയിലാണ് ഡോക്ടേഴ്സ് ഇതുപോലെ തന്നെ സെയിം എൻ്റെ ഓക്സിജൻ സാച്ചുറേഷൻ മെല്ലെ കുറയുന്നു. CRP റേറ്റ് ഭയങ്കര ഹൈ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ ലെവൽ റേറ്റ്, ക്രിയാറ്റിൻ അല്ല, CRP ഒരു ഇൻഫെക്ഷൻ, ബ്ലഡിലെ ഇൻഫെക്ഷൻ റേറ്റാണ്. അത് കൂടുതലെന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ഇങ്ങനെ കൂടി വരുന്നതുകൊണ്ട് അനുസരിച്ച് ഡോക്ടർ അവസാനം ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തും പ്രതീക്ഷിക്കാം, നിങ്ങൾ അതിന് റെഡി ആയിക്കോണം. കാരണം ഒരു സ്റ്റാറ്റിസ്റ്റിക് പ്രകാരം ഒരു 91 ഓക്സിജനിൽ അഡ്മിറ്റ് ആകുന്ന ആൾക്കാർ പോലും 95 അഡ്മിറ്റ് ആകുന്ന പോലും രക്ഷപ്പെടുന്നില്ല. അപ്പോൾ 74 അഡ്മിറ്റ് ആകുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ രക്ഷപ്പെടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത് ബി വെരി പ്രാക്ടിക്കൽ ആൻഡ് ലോജിക്കലി അക്സെപ്റ്റഡ്. അപ്പം ഇതൊക്കെ പുള്ളി പിന്നെയാണ് എന്നോട് പറയുന്നെങ്കിലും അവരെല്ലാവരും പാനിക് അറ്റാക്സിലായിരുന്നു, ട്രോമറ്റൈസ്ഡായി. അവർ വിചാരിച്ച് എന്താവും എന്നുള്ളൊരു ടെൻഷനിലൊക്കെ അവരിരുന്നു. അവസാനം എനിക്ക് റെമിഡിസ്വെയർ തന്നു. അതൊരു അന്നത്തെ സമയത്ത് അറിയാമായിരിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും. അത് ഭയങ്കര കോസ്റ്റ്ലി മെഡിസിൻ ആയിരുന്നു. പ്ലസ് അത് എന്താ പറയുക, അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മെമ്മറി വരെ കളഞ്ഞു. ഞാൻ ആരാന്ന് പോലും, എനിക്ക് എൻ്റെ ഒരു മോളുണ്ടെന്ന് പോലും, എൻ്റെ സ്വന്തം പേര് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. എൻ്റെ ചേട്ടൻ്റെ പേര് പിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, എനിക്കറിയില്ല ഹൗ ഇറ്റ് കൈം, ബട്ട് സംവാട്ട് ഇറ്റ് വാസ് ദെയർ. പക്ഷേ എൻ്റെ സ്വന്തം പേര് ഞാൻ അറിയുന്നത് എൻ്റെ ഒരു സ്റ്റിക്കർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ബാഗിൽ, ബ്ലെസ്സി. അപ്പോൾ ഞാൻ ഓക്കെ ഇതാണ് എൻ്റെ പേരല്ലേ. അത് ഞാൻ നേഴ്സിനോട് ചോദിക്കുകയും ചെയ്തു. എൻ്റെ ഷീ ക്രോസ് ചെക്ക്ഡ്, നിൻ്റെ പേര് മറന്നുപോയി, എനിക്കൊന്നും ഓർമ്മയില്ല. ആ ഒരു അവസ്ഥയിലായിപ്പോയി. 6 ദിവസം കഴിഞ്ഞാണ് എനിക്കൊരു മോളുണ്ടെന്ന് പോലും ഞാൻ ഓർക്കുന്നതും ആ ഒരു ഗുരുതരാവസ്ഥയെന്ന്. അത് എന്നിട്ട് കൂടെ എൻ്റെ ഒരു മെഡിസിൻ്റെ ഒരു പോക്ക് പറഞ്ഞാൽ രാത്രി 2-3 മണിവരെ ആയിരിക്കും എൻ്റെ മെഡിക്കേഷൻസ് മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഉറങ്ങും ചിലപ്പം, കാരണം എല്ലാവരുടെ സമയം 10 മണി രാത്രി അങ്ങനെയൊക്കെ മെഡിസിൻ തീരും. പക്ഷേ എൻ്റെ റെമിഡിസിവറിൻ്റെ ഹൈ ഡോസാണ്. പ്ലസ് 28 കാനുല എനിക്ക് കിട്ടും, 28 ക്ലെക്സൈൻ എന്ന് പറഞ്ഞാൽ ആൻറ്റികോയഗുലൻ, ബ്ലഡിനെ തിൻ ചെയ്യുന്നത്. ബ്ലഡ് കട്ടിയാതെ ബ്ലഡ് അത് ലങ്സിൽ കയറിയ ആൾ മരിച്ചു പോകും. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന, ക്ലോട്ടിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ആൻറ്റികോയഗുലൻ. ആ ക്ലെക്സൈൻ ഇട്ടിട്ടാണ് 28 എണ്ണം മുഴുവൻ കറുത്ത പാട് പ്ലസ് 28 കാനുല കുത്തി ചേഞ്ച് ചെയ്ത് എങ്ങുമില്ല. ലാസ്റ്റ് അതായപ്പം എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ, ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്തോ സെൻട്രൽ മാത്രം ഇടരുത്, കാരണം സെൻട്രൽ ഇവിടെ ഇട്ടാൽ ചിലപ്പം പോവും, അന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞു. പക്ഷേ എങ്ങും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമയങ്ങൾ രാത്രി 2-3 മണി വരെ കാനുല നെർവ് വെയിൻ കുത്തി സമയം കിട്ടത്തില്ല. അവർ നോക്കുമ്പോൾ അവസാനം എനിക്ക് വിഷമമില്ല. അവരെന്നെ ഇങ്ങനെ നോക്കും, സോറി എന്ന് പറയും, സോറി കേട്ടോ. അനസ്തീഷ്യോളജിസ്റ്റ് വരും, സോറി, വീണ്ടും കുത്തി, സോറി, വീണ്ടും സാരയില്ല. ഞാൻ ചിരിക്കുമായിരുന്നു. ഓക്കെ, എനിക്കറിയാം ചെയ്ത്, കാരണം ഇത്രയും മെഡിസിൻസ് പോകുന്നതുകൊണ്ട് എല്ലാ വെയിൻ കത്തിപ്പോവും, അത് നാച്ചുറലാണ്, അവരുടെ തെറ്റല്ല. അത് വെയിൻ ഏത് മെഡിക്കേഷൻ ഹൈ മെഡിക്കേഷനാണ്, അപ്പോൾ അത് പോവില്ല. പ്ലസ് ഈ രാത്രി 2-3 മണി വരെ മെഡിക്കേഷൻസ് എല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ്, ഇങ്ങനെ ഒരു അവസ്ഥയിൽ നീങ്ങിയപ്പോഴാണ് പിന്നെ എനിക്ക് ഒരു 83 വയസ്സുള്ള ഒരു അമ്മച്ചീനെ പരിചയപ്പെടാമെന്ന് പറഞ്ഞാൽ, എൻ്റെ തൊട്ടപ്പുറത്ത് ആ അമ്മച്ചി അഡ്മിറ്റായിരുന്നു. ആ അമ്മച്ചിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അമ്മച്ചീനെ ആരോ ഉപേക്ഷിത രീതിയിൽ വീട്ടിൽ നിന്ന് കൊണ്ടിട്ട ഒരവസ്ഥയായിരുന്നു. അവർ നല്ലൊരു അമ്മച്ചി, അവരെ കാണുമ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം അമ്മച്ചീനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈശോയ്ക്ക് ഞാൻ കൊടുത്ത ഒരു വാഗ്ദാനമാണ്, എൻ്റെ ദൈവമേ, എല്ലാ റൂമിൽ നിന്ന് ഓരോരോ ഡെഡ് ബോഡി പോകുന്നത് ഞാൻ കാണുന്നുണ്ട്, ആൾക്കാർ വന്ന് എന്നോട് പറയുന്നുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നോട് വന്ന് പറയുന്നത്, ഞാനേ വീക്കാണ് ആ സമയത്ത്, നിങ്ങൾ എന്തിനാണ് എന്നോട് വന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ അവരെവിടെയെങ്കിലുമൊക്കെ നല്ലത് കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ എനിക്ക് മനസ്സിലായി അവരുടെ കണ്ടീഷൻ. എൻ്റെ അടുത്തുനിന്ന് അവരെ എടുത്തുകൊണ്ട് പോകുക എന്ന് പറഞ്ഞ ദൈവമേ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. കാരണം
എന്തോ എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽ ആ സമയത്ത് വന്നു. ഞാൻ ഓർത്ത് ഇവർക്ക് വേണ്ടി ഇവരെ മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം എന്ന് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. കാരണം അടുത്ത ദിവസം അവർക്ക് ഇതുപോലെ അവർക്ക് ഇൻസുലിൻ പോകുന്നുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നഴ്സസ് വന്ന്. പക്ഷേ അന്ന് അവർക്ക് ഭയങ്കരമായിട്ട് ഡ്രൗസിയായി, ഒത്തിരി ക്ഷീണമായി. അപ്പോൾ അവർ ഇൻസുലിൻ എടുത്തില്ല, അവർ നേരെ കിടന്ന് ഉറങ്ങിയിട്ട് അവരുടെ ഫുഡും അവരുടെ കാര്യങ്ങൾ ആരും നോക്കാറോ ഇല്ല. കാരണം അത് അവരുടെ കുറ്റമല്ല. കാരണം ആ ഒരു അവസ്ഥയിൽ 10 മണി കഴിഞ്ഞ് എല്ലാവരും ഗേറ്റ് അടയ്ക്കും, പേടിയാണ്. PPEയിൽ എല്ലാവരും പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റിൽ എല്ലാവരും ബ്ലൂ എല്ലാം നിൽക്കുവാണെങ്കിലും എല്ലാവർക്കും പേടിയുണ്ട്, എനിക്ക് വന്നാലോ, കുടുംബമുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാവരും അത്രയ്ക്ക് അതേ ചെയ്യുള്ളൂ. ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ്. സാധാരണ പേഷ്യൻസിൻ്റെ റിലേറ്റീവ് വരുന്ന പോലെ ആരും ഇല്ല കൂടെ, ഒറ്റയ്ക്ക് മരിച്ചു, ഒറ്റയ്ക്ക് മെഡിസിൻ എടുത്തോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോഴാണ് ആ പുള്ളിക്കാരത്തിയുടെ ഒരു രാത്രി 3 മണിയായപ്പോൾ അമ്മച്ചി പെട്ടെന്ന് ക്രാഷായി. എന്ന് പറഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ പെട്ടെന്ന് ഡൗണായി, അമ്മച്ചിയുടെ പെട്ടെന്ന് ഡൗണായി. അത് മനസ്സിലാക്കാൻ റീസൺ ഞാൻ പെട്ടെന്ന് സ്വെറ്റ് ചെയ്യുന്നു, പുള്ളിക്കാരത്തി ദാഹിക്കുന്നു. അത് മിഡ് നൈറ്റ് 3 മണിയാണ്, എൻ്റെ ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ നോക്കുന്നുണ്ട്. എൻ്റെ മെഡിസിൻ പോകുമ്പോഴും ഞാൻ പലപ്പോഴും ഇൻഫോം ചെയ്യാറുണ്ടായിരുന്നത് അവരുടെ തീർന്നു കേട്ടോ, ഇത് ചെയ്ത് കേട്ടോ, ഇത് തീർന്നു, ഇത് ചേഞ്ച് ചെയ്യും കേട്ടോ. കാരണം അങ്ങനെയൊക്കെയല്ലേ നമുക്കൊരു എന്താ പറയുക, നമ്മൾ മനുഷ്യൻ്റെ രീതിയിൽ അത് പ്ലസ് നമുക്ക് അങ്ങനെയൊക്കെയല്ല ഒരു വ്യക്തിനെ സഹായിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം, എന്ത് മനുഷ്യൻ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ പിന്നെ ആ ഒരു അമ്മച്ചിയുടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പം രാത്രി 3 മണി, ആരും ഇല്ല അടുത്ത്. അമ്മച്ചിക്ക് വെള്ളം വേണമെന്ന് ദാഹിക്കുന്നു പറയുന്നുണ്ടായിരുന്നു ഹിന്ദിയിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്ത് എങ്ങനെ ഇതിൽ നിന്ന് എണ്ണിക്കും, എനിക്ക് ഓക്സിജൻ വെച്ചിരിക്കുക 4, 6, 8, 10, 12 ലിറ്ററിലാണ് ഓക്സിജൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയും ഹൈ ഫ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഓക്സിജൻ. അപ്പം ഞാൻ എങ്ങനെ എൻ്റെ ഓക്സിജൻ മാസ്ക് ഊരിയിട്ട് ഒരാളെ പോയി സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. പക്ഷേ എന്നാലും ഞാൻ ഓർത്ത് എൻ്റെ ദൈവമേ, ഇന്ന് ഇത് ഞാൻ സഹായിച്ചില്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഈ ഒരു വ്യക്തി മരിച്ചെന്നിരിക്കും, ഇത് ഞാൻ കേട്ടെന്നിരിക്കും, എന്തോ എനിക്കൊരു കുറ്റബോധം വന്നെന്നിരിക്കും, ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ചെയ്യായിരുന്നു, ചിലപ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ എൻ്റെ കാലെടുത്ത് തറയിൽ കുത്തിയപ്പോൾ എൻ്റെ കാല് വളഞ്ഞായിരുന്നിരുന്നത്. കാരണം ഈ ഒരു മെഡിസിൻസ് എല്ലാം പോയിക്കൊണ്ടും അവസ്ഥ ഭയങ്കര അതും. ഓക്സിജൻ എടുത്ത് ഊരി മാറ്റി വരയ്ക്കാൻ തുടങ്ങി, ഓക്സിജൻ ഇല്ല. ക്യാനില മുഴുവൻ പുറകോട്ട് പോയി. കാരണം ഞാനൊരു 2 ലിറ്ററിൻ്റെ ജഗ് എടുത്തിട്ടാണ് അതിനകത്തൊന്ന് വെള്ളം കോരി ചൂടും തണുത്ത്, അവർ അത്രയും വലിയ ജഗ്ഗായിരുന്നു അവിടെ, അത് ചൂടും തണുത്ത് മിക്സ് ചെയ്ത് അവർക്ക് ഈ വിറച്ചുകൊണ്ടാണ് ഞാൻ അവർക്ക് കൊടുത്തത്. കാരണം എനിക്കത് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിൽ സംഭവിച്ചോട്ടെ എന്ന് എൻ്റെ മനസ്സിലൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ മാസ്ക് ഒന്ന് മണ്ടയ്ക്ക് ചെയ്തിട്ട് ഞാനന്ന് അവർക്ക് ഇച്ചിരി വെള്ളം കൊടുത്തു. അവരുടെ ജീവൻ വീണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അവർക്കത് കൊടുത്തത് എൻ്റെ കൈ വിറച്ചു. ഞാൻ പെട്ടെന്ന് ഗ്ലാസ് അവിടെ വെച്ചു, എന്നിട്ട് വന്ന് നേരെ എൻ്റെ ബെഡിലിരുന്നു. ഞാൻ എൻ്റെ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടില്ല. ഞാൻ നോർമലി ഇരിക്കുക. അപ്പോൾ ഞാൻ അവിടുത്തെ ഓക്സിജൻ മാസ്ക് അല്ലായിരുന്നു ഇതുവരെ ഇരുന്നത്. എന്നിട്ട് എൻ്റെ ഓക്സിജൻ മാസ്കിന് ഒരു നീഡ് എനിക്ക് തോന്നിയില്ല. എനിക്ക് ആ സമയത്ത് ഞാൻ ഓക്സിജൻ വേണമെന്ന് എനിക്ക് തോന്നിയില്ല. അത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്സിജൻ ഞാനൊന്ന് വെച്ചപ്പോൾ, ഓക്സിജൻ്റെ മാസ്ക് വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്കാർ മാസ്ക് വെക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നഴ്സസ് പെട്ടെന്ന് വന്ന് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. അവർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ നേരെ 74, 80 കിടന്ന ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ കയറിയ 95 ഞാൻ കയറിയത്. ആ ഒരു ഓക്സിജൻ സാച്ചുറേഷനിലേക്കാണ് ഞാൻ കയറിയത്. എന്നിട്ട് 92, എന്നും 92, 95 ആ ഒരു ഓക്സിജൻ സാച്ചുറേഷനിൽ ഞാൻ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്സിജൻ്റെ നീഡ് വേണ്ട. ഡോക്ടേഴ്സും നഴ്സസും അവരെല്ലാവരും ഷോക്കായി. എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരാളുടെ ഓക്സിജൻ 2 നിമിഷം കൊണ്ട് അതായി. അപ്പം ഇവർ അവിടെ വന്ന് എന്നെ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ പോലും പറഞ്ഞു, ഇവർക്ക് എന്നാ സംഭവിച്ചേ ഈ അമ്മച്ചിക്ക്. അപ്പം ഇന്ന സംഗതി സംഭവിച്ചെന്ന് ഈ അമ്മച്ചി അടുത്ത ദിവസം രാവിലെ ഏറ്റപ്പോൾ പറഞ്ഞു കൊടുത്തു. അവർക്കിങ്ങനെ ഓർമ്മ ഉണ്ടായിരുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം ഈ ഡോക്ടർ പറയുകയാണ്, ഇവരെല്ലാവരും ഹിന്ദിക്കാരന്മാരാണ്. അപ്പം അവർ പറഞ്ഞത് എന്താണ്, വെൻ മിറാക്കിൾ കംസ്, വെൻ ജീസസ് പ്രസൻറ്റ് ദെയർ, വെൻ മിറാക്കിൾ കംസ് ദെർ ഇസ് നോ ലോജിക്, ദെർ ഇസ് ഓൺലി എ മാജിക്. ദാറ്റ് വാട്ട്സ് ദ സ്ട്രെങ്ത് ഓഫ് മാജിക് ഇസ്. അതാണ് ആ ഡോക്ടറിൻ്റെ വായിൽ നിന്ന് കേട്ടത്. അത് പ്രൈസ് ലോർഡ്. ഞാൻ ആ കാര്യത്തിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം അത് കഴിഞ്ഞ് നിമിഷ നേരം കൊണ്ടായിരുന്നു എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഹൈ ആയത്. 2 ദിവസം കൊണ്ട് തന്നെ ഡിസ്ചാർജായി. അപ്പം എൻ്റെ കണ്ടീഷൻസ് അവിടെ നിന്ന് തീർന്നില്ല. പിന്നെ എന്നാലും അത്രയും കണ്ടീഷൻ അത്ഭുതകരമായി ഞാൻ അവിടുന്ന് ഡിസ്ചാർജ് ആയി. ഒരു മദേഴ്സ് ഡേയിലാണ് ഞാൻ ഡിസ്ചാർജ് ആയത്. എന്നിട്ട് ഞാൻ അടുത്ത എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് കോവിഡ് കഴിഞ്ഞ് പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. റെസ്പിറേറ്ററി അലർജിക് ആയിട്ടുണ്ടായിരുന്നു. ഡസ്റ്റ് അടിക്കുമ്പോഴേ ഇവിടെ എല്ലാം ഞാൻ നേരത്തെ വന്നപ്പോൾ എല്ലാം മാസ്കിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പെടുത്തിട്ട് ഞാൻ ചിലയിടത്ത് ഞാൻ
പല ജനലും പല ഏരിയകളിലും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ അവിടെ വെച്ചു. അപ്പോൾ കുറച്ച് ദിവസങ്ങളുള്ളിൽ തന്നെ എൻ്റെ ആ മാസ്ക് വെക്കുന്ന ആ പ്രവണത അങ്ങ് പോയി. ആ ബുദ്ധിമുട്ട് പോയിട്ട് എനിക്ക് പിന്നെ മാസ്ക് വെക്കേണ്ട അവസ്ഥയും വന്നിട്ടില്ല. എൻ്റെ അമ്മ, എൻ്റെ അനിയത്തിയെല്ലാം ചേച്ചി എന്തുകൊണ്ടാണ് മാസ്ക് ഇപ്പോൾ വെക്കാത്ത, ചേച്ചിക്ക് പിന്നെ പഴയ പോലെ ബുദ്ധിമുട്ട് തുടങ്ങിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എടി ഞാൻ ഉടമ്പടിയിലാണ്, മാതാവിൻ്റെ ഉപ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത്, എന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇപ്പോൾ ഒന്നും എനിക്കൊരു പ്രശ്നവും ഇല്ല. എനിക്കിപ്പോൾ എവിടെ നിന്ന് എടുത്തു പോയാലും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം എന്നാ, അത്രയും മാതാവിൻ്റെ ഉടമ്പടിയുടെ ശക്തിയുണ്ട്. അന്ന് തൊട്ട് ഞാൻ എൻ്റെ ചോറിലും എൻ്റെ ഫുഡിലും എല്ലാം ബുദ്ധിമുട്ട് വരുമ്പോൾ തൈലങ്ങൾ തേച്ചൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് അടുത്ത എൻ്റെ ഒരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അത്ഭുതകരമായ എൻ്റെ ഒരു ഫസ്റ്റ് സെറ്റ് ഞാൻ ക്ലിയർ ആയിരുന്നു. വളരെ ഫ്യൂ മാർക്സിലുള്ള ഞാനിങ്ങനെ പോയായിരുന്നു ഫസ്റ്റിൽ. പക്ഷേ ആ ഒരു നെക്സ്റ്റ് സെറ്റ് മാതാവിൻ്റെ കൃപയാൽ ഞാനത് ഇപ്രാവശ്യം ക്ലിയർ ആക്കിയിട്ടാണ് ഞാനിത് സാക്ഷ്യം പറയാൻ ഞാൻ പിന്നെ വരാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുന്ന് കൊണ്ടുപോയ പത്രങ്ങളിൽ ഒരു 500+ പത്രം, 600+ പത്രങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ തന്നെ പല ഭാഷകൾ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്. കാരണം ഞങ്ങളുടെ മാതാവിൻ്റെ പള്ളിയിൽ തമിഴിൽ ഓരോരോ വരും, ഇംഗ്ലീഷ്, ഹിന്ദിയൊക്കെ. പല പരിഹാസങ്ങളും പല നിമിഷങ്ങളിൽ ആൾക്കാർ പലപ്പോഴും വന്ന് പറഞ്ഞെങ്കിലും വളരെ ഫ്യൂ ആയിരുന്നു. പക്ഷേ അതിൽ കൂടുതലും ഹിന്ദിക്കാരന്മാർ വന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ യൂട്യൂബ് കാണിച്ച് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ 3/4 മണിക്കൂർ ചിലപ്പോൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരൊറ്റ പത്രമേ പോകത്തുള്ളായിരിക്കും. പക്ഷേ ഞാൻ അത്രയും ആ ഒരു കാര്യത്തിൽ ഡെഡിക്കേറ്റ്ലി ഞാൻ ഇരുന്നിട്ടുണ്ട്. ഞാൻ ചില ദിവസങ്ങൾ ലീവ് ഉള്ളപ്പോൾ ഞാൻ രാവിലെ പോയാൽ ചിലപ്പം വീട്ടിൽ വരുന്നത് ചിലപ്പോൾ 5 മണിക്കായിരിക്കും. പക്ഷേ ഞാൻ എന്നാലും ഞാൻ അവിടെ ഇരുന്നിട്ട് ചില ദിവസം മുഴുവൻ പോയില്ലല്ലോ എന്ന് വിഷം വരും. പക്ഷേ അടുത്ത ട്രിപ്പിൽ ഞാൻ വീണ്ടും പോയി. അതെല്ലാം ഞാൻ ഇവിടുത്തെ ഉടമ്പടി പത്രങ്ങൾ മുഴുവൻ കൊണ്ടുപോയി എല്ലാം ഞാൻ വിതിൻ ഒരാഴ്ച തന്നെ എല്ലാം ഞാൻ തീർത്തു. ഇവിടുന്ന് തന്നെ ഞാൻ കൊണ്ടുപോയി എല്ലാം ചെയ്ത് തുടങ്ങുമായിരുന്നു. എന്നിട്ട് പലയിടത്തും വിഷമകരമായിട്ട് പലയിടത്തും നമുക്ക് വാഷ്റൂംസിൽ നിന്നും പല ഫുഡിൻ്റെ സ്ഥലത്തു നിന്നൊക്കെ കിട്ടുന്ന വിഷമം തോന്നാറുണ്ട്. അങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് പത്രങ്ങൾ വെക്കുന്നതെന്ന്. പക്ഷേ എന്നിട്ടും അവിടുന്ന് എടുത്തിട്ട് മറ്റുള്ളവരുടെ ആ ഒരു പത്രങ്ങൾ എടുത്തിട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഉടമ്പടി തന്നെ ആയിരുന്നപ്പോൾ തന്നെ ഞാൻ വേറൊരു കുടുംബജീവിതം, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പുള്ളിക്കാരത്തി എന്നോട് എല്ലാ ഷെയറുകളെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു മാതാവിൻ്റെ അനുഗ്രഹത്താൽ തന്നെ അവരുടെ ജീവിതവും വളരെ സുഖകരമായി. അമ്മ മാതാവിന് തിരുക്കുമാരനോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ഈ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും തന്നത് അമ്മയുടെ അനുഗ്രഹത്താൽ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏഷ്യ 43:2 പറയുന്ന പോലെ, ഐ ഷാൽ സമ്മൻ ടു യു, ഐ കോൾഡ് ബൈ യുവർ നെയിം, യു ആർ മൈൻ. അതാണ് ദൈവനാമത്തിന് മഹത്വം, സ്തുതി ഉണ്ടായിരിക്കട്ടെ. വൈഫ് സപ്ന, മൂത്ത മോൾ നെല്ല, രണ്ടാമത്തെ മകൾ ബെല്ല, മൂന്നാമത്തെ ആൾ എല്ല, ഇത് ജോർജ്. ഇതിൽ രണ്ടാമത്തെ മകളായ ബെല്ലായ്ക്ക് ഉണ്ടായ ഒരു കാർഡിയാക് അറസ്റ്റും അത് കഴിഞ്ഞുണ്ടായ ഒരു ബ്രെയിൻ ഇമ്പാക്റ്റും അതിൽ നിന്ന് അമ്മ മാതാവ് തിരുക്കുമാരനോട് മധ്യസ്ഥത വഹിച്ച് സുഖപ്പെടുത്തിയ ഒരു സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഈ പരിപാവനമായ അൾത്താരയിൽ ഞങ്ങൾക്ക് നിൽക്കുവാൻ ഒരവസരം ലഭിച്ചതിന്. 2023 ഒക്ടോബർ 17 രാവിലെ പുലർച്ചെ 1 മണിക്ക് എൻ്റെ മോളെ രാത്രി ഉറങ്ങിയിരുന്ന ബെഡിൽ നിന്നും തറയിലേക്ക് വീഴുകയാണ്. ഒരു കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ അവളുടെ അടുത്ത് പോയി അവളെ വിളിച്ചപ്പോഴേക്കും അവൾ ഏകദേശം മരിച്ച ഒരവസ്ഥയിൽ, ഒരു ഫീബിൾ ഹാർട്ട് ബീറ്റ് ഉണ്ട്, ആ ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾക്കറിയാവുന്ന പോലെ CPR ഒക്കെ കൊടുത്തു. കുഞ്ഞിന് ഒരനക്കവുമില്ല. കുഞ്ഞിൻ്റെ ചുണ്ടൊക്കെ നല്ല വെളുത്ത നിറത്തിലോട്ട് വരികയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിക്കുകയാണ്. ആംബുലൻസുകാർ ഞങ്ങളോട് CPR കൊടുക്കാൻ പറയുന്നു. ഒരു പ്രയോജനവുമില്ല. പിന്നെ ഒരു 4 ആംബുലൻസുകളാണ് വന്നത്. 2 എമർജൻസി ആംബുലൻസും 2 ഇൻറ്റൻസീവ് കെയർ ആംബുലൻസും വന്നു. അവരെല്ലാവരും കൂടി 1.25 മണിക്കൂറോളം കുഞ്ഞിനെ CPR കൊടുക്കുന്നു. അപ്പം അവസാനം അവർ പറയുന്നത് 1.25 മണിക്കൂർ കഴിയുമ്പം ഒന്നും അവർ വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നില്ല. ഇതുപോലെ തന്നെ ഒരു ഫീബിൾ ഹാർട്ട് ബീറ്റിൽ അവർ സദേൺ ഹെമിസ്ഫിയറിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോസ്പിറ്റലായ RCH കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വരണം, കുഞ്ഞിന് ലാസ്റ്റ് ഗുഡ് ബൈ പറയാൻ വേണ്ടി കൂട്ടത്തിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഏകദേശം 8 മാസം ഈ മോനെ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയമായിരുന്നു. എനിക്ക് ഇത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള മോളാണ്. എല്ലാവർക്കും പനി വന്നാലും അവൾക്കൊരു പനി വരത്തില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ പോക്സ് വന്ന് അവൾക്ക് വന്നില്ല. അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഒരു ദിവസം കാർഡിയാക് അറസ്റ്റ് വന്നു. അവൾ പോവുകയാണെന്ന് കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ ആംബുലൻസിൻ്റെ കമാൻഡറിൻ്റെ കൂട്ടത്തിൽ ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ
ഡോക്ടേഴ്സ് പറഞ്ഞു ബെല്ലായെ കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇവളുടെ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ഇവളുടെ ഒരു എക്മോ എന്ന് പറയുന്ന ഒരു മെഷീനുണ്ട്, ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല, ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തി കുഞ്ഞിൻ്റെ ജീവൻ, വെൻറ്റിലേറ്ററിലാണ്, കുഞ്ഞിൻ്റെ ജീവൻ അങ്ങനെ നിലനിർത്തുകയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 72 മണിക്കൂർ അങ്ങനെ വെക്കും. അത് കഴിയുമ്പോൾ അറിയാം കുഞ്ഞിനെ കിട്ടുമോ ഇല്ലയോ എന്ന്, ഏതവസ്ഥയിൽ കിട്ടുമെന്ന് അറിയത്തില്ലെന്നും പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ കുഞ്ഞിനെ കാണാൻ മക്കളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. കുഞ്ഞ് ഒരു മരിച്ച പോലെ ഒരു കുഞ്ഞ് ഇരിക്കുന്നു. എല്ലാ തരത്തിലും ശരീരത്ത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ട്യൂബ്സാണ്. അപ്പം ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ്. പക്ഷേ ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളതല്ലാതെ ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴാണ് അന്ത്യകൂദാശ കൊടുക്കാൻ വേണ്ടി 2 അച്ഛന്മാർ വരികയാണ് ICUവിലേക്ക്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ചർച്ചിലെ കുറച്ച് ട്രസ്റ്റീസ് അങ്ങനെയുള്ള ലീഡേഴ്സ് ഉണ്ട്. അതിലൊരാൾ എൻ്റെ കയ്യിലേക്ക് ഈ ഉടമ്പടി പത്രം, ഉടമ്പടി വസ്തുക്കളെല്ലാം തന്ന് ആ ബാഗ് എൻ്റെ കയ്യിൽ തരികയാണ്. എനിക്ക് എന്താണെന്ന് ഈ ഒരു അവസ്ഥയായതുകൊണ്ട് മനസ്സിലാകുന്നില്ല. ഞാനത് അവിടെ തന്നെ ICUവിൽ തന്നെ കീപ്പ് ചെയ്തു. അത് കഴിയുമ്പോൾ അത് തന്നു വിട്ടത് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് രമ്യയാണ്. രമ്യ അപ്പോൾ എന്നെ വിളിച്ച് പിറ്റേ ദിവസം ചോദിക്കുകയാണ്, ഈ ഉടമ്പടി വസ്തുക്കളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയോ, ഇത് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. ഞാനത് രമ്യ പറയുന്നത് പോലെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൈലം വരയ്ക്കുന്നുണ്ട്, ഉപ്പിടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രമ്യ തന്നെ അവിടെ വന്ന് എന്നോട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. രമ്യയുടെ കഴുത്തിലിട്ടിരുന്ന കൊന്ത എൻ്റെ കഴുത്തിൽ ഊരി തരുന്നു, കാശ് രൂപ ഇട്ട് തരുന്നു. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചെല്ലാൻ തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് തിരി തരുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഉടമ്പടി എടുത്തില്ല. ഉടമ്പടി എടുക്കാൻ ഞങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു നിബന്ധനകളൊക്കെ ഞങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ, ഈ അവസ്ഥയിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റുമോ, ഇതൊക്കെ ഞങ്ങൾക്ക് സംശയമായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങളെ ഡോക്ടേഴ്സിൻ്റെ വലിയൊരു ടീം വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിൻ്റെ എല്ലാം ബ്രെയിൻ ഡാമേജ് സംഭവിച്ചു, സെൽസ് എല്ലാം ഡാമേജ്ഡാണ്, കുഞ്ഞ് നിങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമായിരിക്കും, പക്ഷേ അവൾക്കൊരു ശേഷിയുമില്ല, കുഞ്ഞ് അന്ധയായിരിക്കും, കുഞ്ഞിന് കേൾവിശക്തിയില്ല, കുഞ്ഞൊന്നും ഇറക്കത്തില്ല, ജീവിതകാലം മുഴുവൻ ട്യൂബിൽ മാത്രം കുഞ്ഞ് ജീവിക്കത്തുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് പറഞ്ഞു. അപ്പോൾ അത് ഇവിടെ ഇപ്പം പറയുന്നതല്ല, ഞങ്ങൾ അന്ന് കടന്നുപോയ, ഞാനന്ന് പൂർണ്ണ ഗർഭിണിയും കൂടെ ആയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഞങ്ങൾ എങ്ങനെയാണ് അതിൽ കൂടെ കടന്നു പോയെന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ അറിയത്തില്ല. കാരണം പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ഉടമ്പടി വസ്തുക്കൾ എല്ലാം ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങിയപ്പം തന്നെ മനസ്സിന് ഒരുപാട് തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു ധൈര്യം കിട്ടുന്നതായിട്ട് തോന്നുകയാണ്. എങ്കിലും ചില സമയങ്ങളിൽ മാനുഷികമായിട്ട് നമ്മൾ തളർന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ ICUവിൽ നിന്ന് ഈ എക്മോ മെഷീൻ മാറ്റുകയാണ്. എക്മോ മെഷീൻ മാറ്റിയിട്ട് മോളെ 2 വീക്സ് ICUവിൽ ഇട്ടിട്ട്, എന്നാലും കുഞ്ഞിനൊന്നുമില്ല, ഒരു ഫങ്ഷൻസുമില്ല. കുഞ്ഞിനെ കാർഡിയോളജി വാർഡിലേക്ക് മാറ്റുകയാണ്. അവിടെ വെച്ച് മാറ്റിയ സമയത്താണ് ഞങ്ങൾ കാണുന്നത് കുഞ്ഞിനെ ഈ ബ്രെയിൻ ഡാമേജ് എന്തുമാത്രമാണെന്നത്. കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ കുഞ്ഞിനെ ബെഡിൽ നിന്നും താഴെയാണ് കിടത്തുന്നത്, ബെഡിൽ നിന്നും ചാടുവെന്നും പറഞ്ഞ്. കാരണം പൊളയുവാണ്, ഒരു സ്നേക്ക് കിടന്ന് പൊളയുന്നത് പോലെ കുഞ്ഞ് ബെഡിൽ കിടന്ന് പൊളയുകയാണ്. കാരണം നമ്മൾക്കുണ്ടാകുന്ന ഈ കാലിലൊക്കെ കയറുന്ന മസിൽ, ഇവളുടെ തല തൊട്ട് വിരൽ വരെ മസിൽ ഇങ്ങനെ ഓരോ മിനിറ്റ് ഇടവിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം വേദന കൊണ്ട് ഇവൾ ബെഡേ കിടന്ന് കൈയും കാലും താടിയും ഒക്കെ ഇട്ട് ഒരച്ച് ബെഡിലെല്ലാം ബ്ലഡ് പറ്റുവാണ്. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും. ഈ പ്രത്യക്ഷീകരണമൊക്കെ ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഉടമ്പടി എടുത്തിട്ടില്ല. അമ്മേ മാതാവേ, കുഞ്ഞിനുള്ള മിക്സ്ചർ, ഒരു കോമ്പിനേഷൻസ് വേണം മെഡിസിൻ്റെ, എന്നാലേ കുഞ്ഞിന് ഹീലിംഗ് കുറച്ചെങ്കിലും വേദന കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ നടന്ന് ഞങ്ങളുടെ കുഞ്ഞിനുള്ള ഒരു കറക്റ്റ് മിക്സ്ചർ ഓഫ് മെഡിസിൻ ഡോക്ടേഴ്സിന് കാണാൻ പറ്റണേ എന്ന് ഏറ്റവും മിടുക്കരായിട്ടുള്ള ഡോക്ടേഴ്സാണ്, 70 വയസ്സിനൊക്കെ അടുപ്പിച്ചുള്ള കൺസൾട്ടൻസിൻ്റെ ഒരു ടീമാണ് ഇവളെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം പയ്യെ ഇവൾക്ക് ഉള്ള മെഡിസിൻ ഒരു 2-3 ദിവസം കഴിഞ്ഞ്, 2-3 ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവൾക്കുള്ള മെഡിസിൻ അവർക്ക് മിക്സ്ചർ കിട്ടിയെന്ന് പറഞ്ഞു. എങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും കാണുന്നില്ല, ജീവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഒരു 1.5 ആഴ്ചയൊക്കെ ആയപ്പം കുര്യൻ ഒരു രക്ഷയുമില്ല, എങ്ങും ഒരു രക്ഷയില്ല, ഒരു ഡോക്ടേഴ്സും പോസിറ്റീവായിട്ട് പറയുന്നില്ല. ഞങ്ങൾ കുര്യൻ പോയി ഓൺലൈൻ ഉടമ്പടി എടുക്കുകയാണ്. എനിക്കെടുക്കാൻ പറ്റത്തില്ല, കാരണം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യേണ്ട കൊണ്ട്, പ്രഗ്നൻ്റ് ആയതുകൊണ്ടും എനിക്ക് പറ്റാത്ത കൊണ്ട് കുര്യൻ എടുക്കുകയാണ്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേറെ ഒരു ഇതുണ്ടായി, കുഞ്ഞിൻ്റെ ഈ ചെസ്റ്റ് അടച്ചു വെച്ചിരുന്നത് മുഴുവൻ ഇൻഫെക്ഷനായിട്ട്
ദേഹം മുഴുവൻ നനയുന്നത് പോലെ പസ് വരികയാണ്. ഒരു ദിവസം ദേഹം മുഴുവൻ ഇട്ടിരുന്ന ഉടുപ്പ് മുഴുവൻ പതഞ്ഞ് ചാടുകയാണ് നെഞ്ചിനകത്തുനിന്ന് പസ്. അപ്പോഴും ഇതുപോലെ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു കുഞ്ഞിനെ കിട്ടാൻ ഒരു ചാൻസുമില്ല, ഈ ഒരവസ്ഥയാണ്, കുറച്ച് സർജറീസൊക്കെ കൂടെ ഉണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. കാരണം ബെല്ലയിൽ അതൊന്നും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കാരണം ബെല്ലായെ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പം അവർക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യുന്നതിൽ കാര്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനെല്ലാം വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ഓൺലൈൻ ഉടമ്പടി എടുത്തതുകൊണ്ട് കൂടുതൽ മാനസികമായിട്ട് ധൈര്യം കിട്ടാനും പ്രാർത്ഥനയിൽ മാത്രം അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കാനും മനസ്സിലിങ്ങനെ നമുക്ക് തോന്നുകയാണ്. ഞങ്ങൾ അടുത്തിരുന്ന് എപ്പോഴും അച്ഛൻ പറയുന്നത് പോലെ ഉടമ്പടി ധ്യാനങ്ങളും ഈ കൃപാസനത്തിലെ ടോക്കുകളും എല്ലാം കുഞ്ഞിൻ്റെ അടുത്ത് വെച്ച് തന്നെ ബെഡിൻ്റെ അടുത്തിരുന്ന് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അത് കഴിഞ്ഞ് ഈ പസ്സിൻ്റെ സമയത്ത് കുഞ്ഞിനെ ഡോക്ടേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണ് പസ് മാറ്റാൻ വേണ്ടി. ആ സമയത്ത് ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഞാനും എൻ്റെ മൂന്നാമത്തെ കുഞ്ഞുമുണ്ട്, 3.5 വയസ്സുള്ള, എനിക്ക് ഭയങ്കരമായിട്ടും സുഗന്ധം കിട്ടുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് മാനസികമായിട്ട് ഇങ്ങനെ അച്ഛൻ പറയുന്നത് കൊണ്ട് തോന്നലായിരിക്കുമെന്നും കൊണ്ടിരുന്നപ്പോൾ എന്നോട് 3.5 വയസ്സുള്ള മോള് ചോദിച്ചു, മമ്മ വാട്ട്സ് ദാറ്റ് ബ്യൂട്ടിഫുൾ സ്മെല്ലെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഇവിടെ ഇനി ഒരു അത്ഭുതം നടക്കും. ഒന്നുമില്ലാത്തടത്തുനിന്ന് ഞങ്ങൾക്ക് മകളെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് അവൾക്ക് കാഴ്ച കിട്ടണമെന്നും അവളുടെ പെടലിയൊക്കെ ഒടിഞ്ഞു കിടക്കുകയാണ്, വായിക്കൂടെ എപ്പോഴും സലൈവ ഒഴുകും, 1.5 മിനിറ്റ് കൂടുമ്പോൾ ഞങ്ങളത് സക്ഷൻ ചെയ്ത് വലിക്കണം, അല്ലെങ്കിൽ അവളിങ്ങനെ കണ്ണൊക്കെ പുറത്തോട്ട് തള്ളി വല്ലാത്തൊരവസ്ഥയാകും. ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വന്നവരൊക്കെ ഒന്ന് കാണാൻ വന്നിട്ട് വരത്തില്ല, കാരണം അത്രയ്ക്ക് ഭീകരമായിരുന്നു അവസ്ഥ. ആർക്കും കണ്ടു നിൽക്കാൻ മനുഷ്യർക്ക് പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ ഇത് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പം കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ അടിയെല്ലാം കറുത്ത് വേറെ ഒരു രൂപത്തിലിരിക്കുകയാണ്. അപ്പോഴും ഞങ്ങൾ അടി ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഒരുപാട് പേരിങ്ങനെ ഞങ്ങളെ വിളിച്ച് ഇമോഷണലി ഞങ്ങൾക്ക് സപ്പോർട്ട് തരികയാണ്, തളരരുത്. അങ്ങനതൊക്കെ അമ്മ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു മാലാഖ വൃന്ദത്തെ ഞങ്ങളുടെ അടുത്ത് ഒരുക്കിയ പോലാണ് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു, വിശുദ്ധ ഗ്രന്ഥം അച്ഛൻ പറയുന്ന പോലെ 1/2 മണിക്കൂറല്ല, ഞങ്ങൾ 1-2 മണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കും, കാരണം വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ചെയ്യാൻ, കൊന്ത ചെല്ലും. അങ്ങനെ ഇരുന്നപ്പം ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-9 അധ്യായം ഇരുന്ന് നീ വായിക്കണം. ഈശോ നടത്തിയ ഹീലിങ്സ് ആണ് അതിനകത്ത് മുഴുവൻ. ഇവളുടെ പോലെ തന്നെ അതിനകത്ത് ഈശോ അന്ധനെ സുഖമാക്കുന്നു, തളർവാദ രോഗിയെ സുഖമാക്കുന്നു. ഇത് ഞങ്ങൾ കണ്ടിന്യൂസ്ലി വായിക്കാൻ തുടങ്ങി, എന്നും വായിക്കും. പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പം അച്ഛൻ അതിനകത്ത് ഇവളുടെ താടിയെല്ലാം മുഴുവൻ പൊട്ടിയിരിക്കുകയാണ്, താടി മുഴുവൻ ഒരച്ചൊരച്ച് അച്ഛൻ പറയുകയാണ്, താടി മുഴുവൻ മുറിഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മ മാതാവ് സുഖപ്പെടുത്തുന്നതായിട്ട്. അപ്പം തന്നെ എൻ്റെ മമ്മി ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഉടമ്പടി വസ്തുക്കൾ കിട്ടാൻ വേണ്ടി മമ്മി വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. ആ ഉടമ്പടി വസ്തുക്കൾ മുഴുവൻ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്തു വിട്ടായിരുന്നു. അപ്പം മമ്മിയും ഞാനും ഇത് ഒരേ സമയം കേൾക്കുകയാണ്. ഞാനിത് കേട്ട് ഉടനെ തന്നെ മമ്മിയുടെ കോള് വരികയാണ്, അച്ഛൻ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ആയിരിക്കുമോ മമ്മി, നമ്മുടെ കുഞ്ഞിനെ അത്രയൊക്കെ ഹീലിംഗ് നടക്കുമോ ഈ ഒരവസ്ഥയിൽ? അപ്പം മമ്മി പറഞ്ഞു, അച്ഛൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം, വിശ്വസിച്ചാലേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരത്തുള്ളെന്നാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ എൻ്റെ അനിയത്തി വിളിച്ചിട്ട് പറയുന്നു, പഴയ വീഡിയോസൊക്കെ ബെല്ലായെ കാണിക്കാൻ ഒന്നുമില്ല ചെയ്യാൻ. ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞിനെ പഴയ വീഡിയോസ് ഒരു സൈഡ് മുഴുവൻ അവളുടെ ഇടതുവശം മുഴുവൻ തളർന്നു പോയായിരുന്നു, വലതുവശവും പയ്യെ തളരാൻ തുടങ്ങുകയാണ്. കാരണം കൈയൊക്കെ കമ്പി പോലും വളഞ്ഞിരിക്കുക, നിവർത്തിയാൽ ഒടിഞ്ഞു പോകും, വിരലുകളൊക്കെ പൂ പോലും ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. അപ്പം അവൾ പയ്യെ മരിച്ച് നമുക്ക് മരണമെന്ന് പറഞ്ഞാലും അത് നമുക്ക് മരിച്ചു പോയി, ഈശോയുടെ അടുത്ത് പോയെന്ന് പറയാം. ഇത് അങ്ങനെയല്ല, അതിലും ഭീകരമായിരുന്നു. അപ്പം അവിടെ നിന്നും ഞങ്ങൾ ഇങ്ങനെ മമ്മി പറഞ്ഞതനുസരിച്ച് അങ്ങനെ തന്നെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി വസ്തുക്കളെല്ലാം ഈ സമയത്തെല്ലാം പറയേണ്ട കാര്യം, അവളെ തുടയ്ക്കുന്ന വെള്ളത്തിലും അവളുടെ ശരീരത്തുമെല്ലാം ഞങ്ങൾ തൈല്, ഉപ്പ് എല്ലാം കൊടുക്കും. തേൻ മാത്രം കൊടുക്കാൻ പറ്റത്തില്ല, കാരണം മൂക്കിൽ കൂടെ ട്യൂബ് ഇട്ടേക്കുവാണ്, തേൻ നാവി തൊടാൻ പറ്റത്തില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ കാര്യങ്ങളും നടക്കുന്നു. അങ്ങനെ എന്നോട് ഈ രമ്യയെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, രമ്യയെ അടുത്ത വർഷത്തെ പ്രസിദ്ധന്തിയായിട്ട് കുഞ്ഞിനെ മാതാവിൻ്റെ 8 നോയമ്പിന് വെച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ കുഞ്ഞിന് കാഴ്ചയുണ്ടായി, പെടലി നേരെ ഇരുന്ന് വീൽ ചെയറെ കൊണ്ടുപോകാൻ പറ്റിയാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ രമ്യ എന്നോട് പറഞ്ഞു, അവളെ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ എന്നും രമ്യ ഇവിടെ ഉടമ്പടി എടുത്ത വ്യക്തിയാണ്. രമ്യ എന്നോട് പറയും, ഒന്നുമല്ല, അവളെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് ഹീല് ചെയ്യും, അവൾ നല്ല മിടുക്കിയായിട്ട് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്.
അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഇവളുടെ പയ്യെ ഇവൾ ചിരിക്കാൻ തുടങ്ങുന്നു, ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഡിസംബർ 25 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഡിസംബർ 25 ആയപ്പം അവൾ കംപ്ലീറ്റ്ലി, ഡോക്ടർമാർക്ക് പോലും അതിശയമാണ്, അവൾ നോർമലായി വരികയാണ്. പയ്യെ സംസാരിക്കും, ചെറിയ വാക്കുകളൊക്കെ. പക്ഷേ ട്യൂബ് ഫീഡ് വേണമെന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു മൂക്കിലെ ട്യൂബ് മാറ്റിയിട്ട് അവൾക്ക് സ്റ്റൊമക്കിൽ കൂടെ ട്യൂബ് ഇടാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അതുകൂടെ ഒന്ന് മാറി കിട്ടണമെന്നായിരുന്നു. പിന്നെ കാല് ഒരു രക്ഷയില്ല, കാലെല്ലാം ഇങ്ങനെ ആയി പോയായിരുന്നു, താഴോട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. അതൊക്കെ ഞങ്ങളോർത്ത് വീൽ ചെയറിലാണെങ്കിലും മോളെ കൊണ്ട് നടക്കാം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പം ആ കാലിൻ്റെ കാര്യം ഒഴികെ ഈ ട്യൂബാണ് പിന്നെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ വന്ന് അവർ ഞങ്ങളോട് ഇങ്ങോട്ട് പറയുകയാണ് ഓരോ കാര്യങ്ങൾ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ ട്യൂബ് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള വെള്ളം കൊടുത്തു നോക്കാം. അതവൾ സ്വാളോ ചെയ്യാൻ തുടങ്ങി. പിന്നെ കുഞ്ഞു ഫ്രൂട്ട് പ്യൂരീസൊക്കെ കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ അവൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളും വന്ന് അവർ ട്യൂബും കംപ്ലീറ്റ്ലി മാറ്റുകയാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീൽ ചെയർ വെച്ച് പുറത്തോട്ട് ഇറക്കാൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മെഡിക്കലി നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ഒരുപാട് ടീംസ് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥനയിലാണ് പൂർണ്ണമായിട്ടും വിശ്വസിച്ച്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ 2 ചാപ്ലെയിൻസ് ഉണ്ട്. അവർ ഞങ്ങൾക്ക് തീരുമം ഹോളി യൂക്രിസ്റ്റ് കൊണ്ട് മുറി വെച്ച് തരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾക്ക് പറ്റുമ്പോൾ ഞങ്ങൾ കുർബാന ഓരോരുത്തർ പോയി പള്ളിയിൽ പോയി കാണും, അല്ലാത്തപ്പോൾ ഓൺലൈൻ കുർബാന വെച്ച് കാണും. 2 ആഴ്ച കൂടുമ്പോൾ ഇടവക പള്ളിയിൽ പോയി കുമ്പസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് മോളെ ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ ഗർഭിണിയായതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനൊന്നും വരല്ല. കാരണം ഈ ഡോക്ടേഴ്സിൻ്റെ ടീം തന്നെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനും ഇവർക്ക് അരിത്മിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിനും അങ്ങനെയുള്ള കണ്ടീഷനാണെന്നുകൊണ്ട് എക്കോ, ECG ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് കുഞ്ഞിനും ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള ഒരേ ഒരു പ്രശ്നം, ഇവൾ കിടക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും കുറേ ദൂരെയാണ് എന്നെ കാണിക്കുന്ന ഹോസ്പിറ്റൽ. അങ്ങോട്ട് ഇവൾക്ക് ബോധം വന്നപ്പം തൊട്ട് ഞാൻ എപ്പോഴും അടുത്ത് വേണം. അപ്പം ഞാനൊരു ഇതിന് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3/4 ദിവസത്തോളം എൻ്റെ അപ്പോയിൻമെൻറ്റ്സുമായിട്ട് പോകും. അപ്പം ഇവളുടെ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് വോക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് എനിക്ക് മാറ്റി തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതിപ്പം തീരാറായല്ലോ, ഡെലിവറി നടക്കാറായി, അത് കാരണം ഇനി മാറ്റി തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. മമ്മി പറഞ്ഞു, നിനക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ നിൻ്റെ ഡെലിവറി നടക്കും, എല്ലാം വളരെ ഈസി ആയിട്ട് നടക്കും. അതൊന്നും അപ്പോൾ എനിക്ക് വിശ്വാസമില്ല. മമ്മി ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, അങ്ങനെയൊന്നും പറ്റത്തില്ല മമ്മി, അവരിനി ചെയ്യത്തില്ലെന്നല്ലേ പറയുന്നത്. അങ്ങനെ ഇവളുടെ കൂടെ ഒരു ദിവസം രാവിലെ ഞാൻ ഇവളുടെ റൂമിൽ ഇവളുമായിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് പെയിൻ വരികയാണ്. ഒരു 8:30 ആയപ്പം പെയിൻ വരുന്നു. എന്നെ ഞാൻ ആദ്യം ഇതാന്ന് ഓർക്കുന്നില്ല, ഒരു 9 മണി വരെ ഞങ്ങൾ ആ പെയിൻ അല്ലായിരിക്കുമെന്നും കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ തന്നെ ഒരു മിഡ് വൈഫ് ഉണ്ടായിരുന്നു, ഇവളെ നോക്കിയ ഹോസ്പിറ്റലിൽ. പുള്ളിക്കാരത്തി ഓടി വന്നിട്ട് പറഞ്ഞു, ഇത് പ്രഗ്നൻസി പെയിൻ ആണെന്ന് പറയുന്നു. ഉടനെ തന്നെ ആംബുലൻസ് വരുന്നു. എന്നെ എടുത്തിട്ട് എൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് ഇവർ പറഞ്ഞു, മറ്റേ ദൂരെയുള്ള ഹോസ്പിറ്റലിലോട്ട് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം നീ ആംബുലൻസിൽ കിടന്ന് പ്രസവിക്കും, അത് കാരണം ഈ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് എന്നെ ഈ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് എൻ്റെ ഡെലിവറി നടന്നിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ മോളുടെ അടുത്തേക്ക് വന്നു. മോനെ ഒരു ദിവസം NICU വെച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ 2ാമത്തെ ദിവസം ഞാനും മോനും ഒന്നിച്ച് ഇവളുടെ കൂടെ ഒരു 10-15 ദിവസം വീട്ടിലോട്ട് പോയില്ല, ഇവളുടെ കൂടെ തന്നെ വന്ന് സ്റ്റേ ചെയ്യുമായിരുന്നു. ഞങ്ങൾ നിലത്തായിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പം തൊട്ട് ഇവൾക്ക് നേഴ്സുമാർ കുളിപ്പിക്കേണ്ട, ഞാൻ തന്നെ കുളിപ്പിക്കണം. എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 2 ദിവസമേ ഉള്ളൂ. ഞാനും മോനും ഇവളും നിലത്താണ് കിടക്കുന്നത്, ബെഡിട്ട്. ഒരു കുഴപ്പവും ഇല്ലാതെ, എനിക്ക് അന്ന് വരെ ഭയങ്കര അലർജിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എനിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ ആ ഹോസ്പിറ്റലിൽ ഇവളുടെ കൂടെ ആയപ്പം തൊട്ട് അങ്ങനത്തെ എൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഡെലിവറി സംബന്ധമായിട്ടില്ല. ക്രോണിക് ഹെർണിയ ഉള്ളതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങളെ അമ്മ മാതാവ് കാത്തു പരിപാലിച്ചു. അതുപോലെ തന്നെ എൻ്റെ മോളെ സ്കൂളിംഗ് ഒന്നും ഇനി നടക്കുമോ, അവർക്ക് എന്തുമാത്രം ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് പക്ഷേ അവരതിൻ്റെ ടെസ്റ്റൊക്കെ ഇട്ട് സ്കൂളിൽ വിടാൻ പറ്റുമോ എന്നെല്ലാം അവൾ പാസ്സായി. അവളെ ഒരു ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു മാസം പിറ്റേ മാസം അവൾക്ക് സർജറീസ് ഉണ്ട്. ഈ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളുടെ മോൾ ഇതിനൊന്നും ഏബിൾ അല്ല, കാരണം ഈ ശരീരം ഇത്രയും വയ്യാത്ത ശരീരത്തിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ സർജറികൾ എല്ലാം അടുത്ത 1-2 മാസം കൊണ്ട് അവർ ചെയ്തു. ആ 1 മാസം കഴിഞ്ഞപ്പോൾ, അതായത് ഡിസ്ചാർജ് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പം തൊട്ട് ഇവളെ സ്കൂളിൽ വിടാൻ തുടങ്ങി. ഇവളിപ്പോൾ എല്ലാ കിഡ്സിനെയും പോലെ നോർമലായിട്ട് സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, ഒരു കുഴപ്പവും ഇല്ലാതെ മിടുക്കിയായിട്ടിരിക്കുന്നു. മെഡിസിൻസ് ഉണ്ട്, അതും അതിൻ്റെ ക്വാണ്ടിറ്റീസ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഡോക്ടേഴ്സ്. അപ്പോൾ ഇത് അവിടുത്തെ തന്നെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒത്തിരി മിറക്കിളായിട്ട് നടക്കുന്ന റിക്കവറീസൊക്കെ അവരവിടുത്തെ ഫേമസ് ന്യൂസ് പേപ്പറിലിടും. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിൻ്റേതും അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂസ് പേപ്പറിൽ
ഇങ്ങനെ അകത്തെല്ലാം ഇവളെ പറ്റിയുള്ള ഫീച്ചേഴ്സുമായിട്ട് വന്നു. പിന്നെ ഇതൊക്കെ അവളുടെ റൂമിൻ്റെ പുറത്ത് വെച്ചിരുന്നതാണ്. അതായത് എൻ്റെ മുറിയാണ്, എൻ്റെ മുറിയുടെ പുറത്ത് ശബ്ദം ഉണ്ടാക്കരുത്, എൻ്റെ മുറിയുടെ അകത്തേക്ക് ലൈറ്റ് കർട്ടനെല്ലാം ഇട്ട് ഇരുട്ടത്തായിരുന്നു ഇവളെ കിടന്നത്. കാരണം ലൈറ്റിലൊന്നും ഇവൾക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്, ഇവളുടെ റൂമിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ അമ്മ മാതാവ്, സഞ്ചാരി മാതാവ്, സമയചുരുക്കത്തിൻ്റെ മാതാവ്, ജീവിതം മുന്നോട്ട് അവൾക്കില്ല, ഒരു 1-2 വർഷം കൊണ്ട് 1-2 വർഷമൊന്നും കാണത്തില്ല, അതിന് മുന്നേ തന്നെ അവൾ ഇല്ലാതാവുമെന്ന് പറഞ്ഞെടുത്തുനിന്ന് അവൾ കംപ്ലീറ്റ്ലി നോർമലായിട്ട്, എനിക്ക് പഴയതിനേക്കാളും മിടുക്കിയായിട്ട് ബെല്ലായെ എനിക്ക് തിരിച്ചു തന്നു. അവൾ മിടുക്കിയായിട്ടിരിക്കുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത്, ഒന്നാമത്തെ കാര്യം, എന്നെപ്പോലെ എനിക്കറിയില്ലായിരുന്നു. നമുക്ക് വിഷമമുണ്ട്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന അമ്മമാരെ, കുഞ്ഞുങ്ങൾ അസുഖക്കാരായിട്ടുള്ള അമ്മമാരെ, ഇങ്ങനെയുള്ളവരെ, അപ്പന്മാരെ, അതായത് പേരൻസ്, അവരെയൊക്കെ പറ്റി നമ്മളിങ്ങനെ നമുക്ക് ഭയങ്കര വിഷമത്തിൽ അവരോട് മിണ്ടുകയൊക്കെ ചെയ്യുമെന്നല്ലാതെ അവർ കടന്നു പോകുന്ന ഒരു എന്താണെന്നുള്ളത് ഇതോടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയുള്ള ആരെ കണ്ടാലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായം അവർക്ക് ഇമോഷണലി ആണേലും അല്ലാതെ ഇപ്പം സാമ്പത്തികമായിട്ടാണേലും ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എവിടെ വേണേലും, ഇപ്പോൾ ആൾക്കാരൊക്കെ കൂടുതൽ വിഷമിക്കുന്നവരൊക്കെ ഞങ്ങളെ ഇങ്ങോട്ട്, കാരണം നമ്മളിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഓരോരുത്തരെയും തേടിപ്പിടിച്ച് അവരോട് ഇങ്ങനെ കൃപാസനത്തെ പറ്റി ഞാൻ എവിടെ ചെന്നാലും, ഞങ്ങളുടെ മോക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ പാവനമായിട്ടുള്ള അൾത്താരയിൽ ഇതിലും നേരത്തെ വന്ന് നിന്ന് സാക്ഷ്യം പറയാനായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് ട്രാവൽ റെസ്ട്രിക്ഷൻ മാറ്റിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ 2 ആഴ്ചയിലേക്കാണ് വന്നേക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ ഞങ്ങൾ ആദ്യം ഇവിടാണ് കയറിയത്, എയർപോർട്ടിൽ നിന്ന്. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറേ പത്രക്കെട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളൊരു താങ്ക്സ് ഗിവിങ് കൃപാസനം, മാതാവിൻ്റെ ഫോട്ടോ വെച്ച് ഒരു താങ്ക്സ് ഗിവിങ് പാർട്ടിയും മോൻ്റെ ബാപ്റ്റിസവും കൂടെ ഒന്നിച്ചാണ് നടത്തിയത്. വന്നവർക്കെല്ലാം പത്രം കൊടുത്തു. ഇനിയും ഞങ്ങൾക്ക് അവിടെ ആയതുകൊണ്ട് അങ്ങനെ പത്രം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ഈ നാക്കുകൊണ്ട് ഞാൻ കാണുന്നവരോട് ആരോടാണേലും എല്ലാവരോടും കൃപാസനത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ വന്നിട്ടാണേലും ഞാനൊരു ഇപ്പം പർച്ചേസിങ്ങിനൊക്കെ ഷോപ്പിൽ പോയാലും ആരെ കണ്ടാലും എൻ്റെ ഈ കൃപാസനത്തിൽ അന്ന് എൻ്റെ രമ്യ എൻ്റെ കഴുത്തിലിട്ടിരിക്കുന്ന കാശുരൂപമാണ്, ഈ കാശുരൂപത്തെ പിടിച്ചുകൊണ്ട് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ ഇനിയുള്ള കാലങ്ങളിലും എനിക്ക് വേറെ ഒരു ആഗ്രഹവുമില്ല. എൻ്റെ മക്കളെ 4 പേരെയും എൻ്റെ കുടുംബത്തെയും മര്യഭക്തരായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. കൃപാസന പ്രസാദപര മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇത്രയും വലിയൊരു ഹീലിംഗ്, ഫിസിക്കൽ ഹീലിംഗ് എൻ്റെ മകൾക്ക് കൊടുത്തതിനും, അതുപോലെ തന്നെ അതേസമയം തന്നെ ലാസ്റ്റ് ട്രിമസ്റ്ററിൽ ഈ മോനെ പ്രഗ്നൻ്റ് ആയിരുന്ന സ്വപ്നയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും മെൻ്റലി വളരെയധികം സ്ട്രെങ്ത് തന്നതിനും, അത് ഈ ഉടമ്പടി പ്രാർത്ഥനകളിലൂടെയും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയുമുള്ള അങ്ങനെ പ്രയോഗിച്ചുള്ള ധൈര്യമാണ് ഞങ്ങളെ ഫെയ്ത്തിൽ ഏറ്റവും നിലനിർത്തിയത്. അതിന് 1000 നന്ദി. അതുപോലെ തന്നെ ഇത്രയും നാൾ താമസിച്ചതിന് ഒരു ക്ഷമാപണവും. സ്വപ്ന പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുവരെ വരാൻ സാധിക്കാതിരുന്നത്. തിരുക്കുമാരനും കൃപ